പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഭൂമിയിൽ അല്പകാലം പ്രവാസികളായിരിക്കുന്ന എല്ലാവർക്കും ഒരു ജന്മദിനവാദലിലും കൂടെ ദൈവം നമ്മളെ ഈ പ്ലാനറ്റിലേക്ക് കയറ്റി. നാം ഓരോരുത്തരും ക്യൂവിലാണ്. മൊബൈൽ സ്റ്റോറിലെ ക്യൂ അല്ല, മരണത്തിനായി അതിവേഗം ദൈവം നമ്മളോട് പറയും, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ. കത്തോലിക്കരെ തിരികെ വരിക, ബ്രദറൻകാരെ തിരികെ വരിക, പെന്തക്കോസ്തുകാരെ തിരികെ വരിക, മറ്റു മതക്കാരെ തിരികെ വരിക എന്നൊന്നുമല്ല വിളിക്കുന്നത്. മനുഷ്യപുത്രന്മാരെ തിരികെ പോയേ പറ്റൂ. എന്തിനാണ്? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം നാം ഓരോരുത്തരും ക്രിസ്തുവിനായാസത്തിന് മുമ്പാകെ നിന്നേ പറ്റൂ. സ്വതയോടുകൂടെയായ ഇന്നേ ക്രിസ്തുവോടുകൂടെ ജീവിക്കാൻ പഠിക്കും. ഹല്ലേലൂയ. അങ്ങ് ദൂരെ നിന്നല്ല ക്രിസ്തുവിനെ കാണേണ്ടത്, ചേർന്ന് നിന്ന് കാണും. കാരണം കർത്താവ് പറഞ്ഞു, ലോകാവസാനം എല്ലാം ഞാൻ നിങ്ങളോട് കൂടെ. ഹല്ലേലൂയ. പുതിയ സൃഷ്ടിയുടെ ആ ബ്യൂട്ടി മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ഒരു തലത്തിലേക്ക് ജീവിക്കാനായിട്ട് പറ്റും. പുതിയ സൃഷ്ടി ആത്മമണ്ഡലം. പക്ഷെ നമ്മുടെ സഹോദരന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടമുണ്ട്. അവർക്കിത് മനസ്സിലായി. ഇന്ന് ഞാൻ കേൾക്കാറില്ല ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, ഞാൻ ജനിച്ചു വളർന്ന കത്തോലിക്ക ഗ്രൂപ്പ് ആകട്ടെ, അതിനുശേഷം ഞാൻ ചെന്നെത്തിയ ബ്രദറൻ ഗ്രൂപ്പ് ആകട്ടെ, അതിനുശേഷം ഞാൻ ചെന്നെത്തിയ പെന്തക്കോസ്റ്റ് ഗ്രൂപ്പ് ആകട്ടെ, ഇങ്ങനെയുള്ള ഈ യാത്രയിൽ പല ഗ്രൂപ്പുകൾ കയറി. ശ്രദ്ധിച്ചാട്ടെ, ഇവരാരും പറയുന്നത്, യോഹന്നാൻ പറയുന്ന പോലെ ഇവരാരും പറയുന്നത് ഞാൻ കേൾക്കാറില്ല. യോഹന്നാൻ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും പുത്രനായ ക്രിസ്തുയേശുവിനോടും. ഹല്ലേലൂയ. ഈ തലത്തിലേക്ക് കുഞ്ഞുങ്ങളൊന്ന് വളർന്നു കയറിയെങ്കിൽ ഞാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. എല്ലാവരും ഏത് ഡിനോമിനേഷൻ, ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരായാലും എന്നെ സംബന്ധിച്ച് എന്റെ അപ്പന്റെ മക്കളാ എന്റെ സഹോദരൻ. ഹല്ലേലൂയ. അവരെ അടിച്ചാലും ഇടിച്ചാലും എന്ത് ചെയ്താലും ഹല്ലേലൂയ ദൈവത്തിനറിയാം ഞാനാ. ഹല്ലേലൂയ. കാരണം അങ്ങനെ പറ്റുള്ളൂ. നമ്മുടെ ഫാമിലി നേച്ചറായി. എത്ര വലിയ സ്നേഹമെന്ന് പറഞ്ഞാല് അമ്മ വേദനിച്ച് കഴിഞ്ഞാൽ ചട്ട ഇല്ലേ? ശ്രദ്ധിച്ച് അമ്മയുടെ അമ്മക്ക് ഭയങ്കര സ്നേഹമൊക്കെ. പക്ഷെ അമ്മയ്ക്ക് എന്തെങ്കിലും ചിന്തിച്ചോണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ചൊറിഞ്ഞൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേദനിച്ചോണ്ടിരിക്കുമ്പോഴോ അല്ലെ? പക്ഷെ നമ്മുടെ ഫാമിലി നേച്ചർ അങ്ങനെയല്ല. ദൈവത്തിന്റെ വചനം പറയുന്നൊരു കാര്യമാണ്. വചനം പറയുന്ന കാര്യമല്ല, അനുഭവിച്ചത് എഴുതി വെച്ചിരിക്കുക. യേശു ക്രിസ്തുവിനെ നമ്മുടെ കർത്താവ്, നമ്മുടെ ജ്യേഷ്ഠനാ. ആ കുടുംബത്തിന്റെ പ്രത്യേകത, സ്വർഗീയ കുടുംബത്തിന്റെ പ്രത്യേകത, വചനം മാംസമായി ഭൂമിയിലേക്ക് വന്നത്. ആളുകൾ കാർക്കി തുപ്പി. നമ്മൾ ഇതുവരെ ആരും തുപ്പിയിട്ടൊന്നുമില്ല. കാർക്കി തുപ്പി, കർണത്തടിച്ചു, ഭീഷണം വലിച്ചു പറിച്ചു, കളിയാക്കി, തുണി ഉരിഞ്ഞു, ക്രൂശ് ഒപ്പിച്ചു. എന്നിട്ട് കൊണ്ടക്കിടത്തിയത് കള്ളന്മാരുടെ കൂടെ, വേറെ ആളുകളുടെ കൂടെ. ഈ അടുത്ത് ഒരു സമയത്ത് എന്നെയും കുറച്ച് വേറെ ആളുകളെയും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ഫിലിമൊക്കെ ഉണ്ടാക്കി സ്നേഹിതന്മാർ. പക്ഷെ നിങ്ങൾ പലരും കണ്ടു കാണണേ. അപ്പൊ ഞാൻ ദൈവത്തിൽ വെച്ച്, കർത്താവ് ഇവരെന്തിനും ഇങ്ങനെ ഫിലിം ഉണ്ടാക്കി? വേറെ ആളുകളെയൊക്കെ വെച്ചിട്ട്, വേറെ ജാതിക്കാരെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് എന്നെ ഫിലിം ഉണ്ടാക്കി, എനിക്ക് വേണ്ടി ഫിലിം ഉണ്ടാക്കി. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞത്, എടാ മണി, എനിക്കൊരു ഫിലിം ഉണ്ടാക്കിയത്.
രണ്ട് കള്ളന്മാരുടെ അപ്പുറവും ഇപ്പുറവും നടുവിൽ എന്നെയും വെച്ച് എന്റെ മോളിൽ ഫിലിമൊക്കെ ഉണ്ടാക്കി, എല്ലാ ഭാഷയിലും ദൂതന്മാരുടെ രാജാവ് എന്നൊക്കെ പറഞ്ഞ് അവര് എഴുതി വെച്ച് എനിക്ക് ഫിലിം ഉണ്ടാക്കി. നിനക്കിപ്പോ ഒരു ഫിലിം ഉണ്ടാക്കി. അവനെ അവർ കള്ളന്മാരുടെ കൂടെ ശവക്കുഴി കൊടുത്തു. പക്ഷെ അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ. പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളില് ഇതൊക്കെ ചെയ്താലും നമ്മുടെ ഫാമിലി നേച്ചർ എന്ന് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇതെല്ലാം ചെയ്തവരെ നോക്കിയിട്ട് അപ്പച്ചാ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയും, ഇവരോട് ക്ഷമിക്കും. കണ്ടോ, ഇതാ നമ്മുടെ ഫാമിലി നേച്ചർ. പുതിയ സൃഷ്ടിയുടെ തലമാണ്. അവിടെ ശാപത്തിന്റെ വാക്കുകളൊന്നുമില്ല, അനുഗ്രഹത്തിന്റെ വാക്ക്. യേശുവിന് അങ്ങനെയൊക്കെ പറ്റും. അയാള് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, യേശു പറഞ്ഞ പോലെയൊക്കെ ആർക്കും ജീവിക്കാൻ പറ്റിയ. നമുക്ക് ചേട്ടന്മാര് വേറെ ഉണ്ട് കേട്ടോ. സ്തേഫാനോസ്, ചേട്ടന്മാര് വേറെ ഉണ്ട്. ഇവർക്ക് യേശുവിന് മാത്രമേ പറ്റുള്ളൂ. ഇല്ല, ചേട്ടന്മാരുണ്ട്. ഹല്ലേലൂയ. സ്റ്റീഫനെ അന്നത്തെ യഹൂദന്മാരെ കൂടെ കല്ലെറിയോ, പൗലോസും ഉണ്ടായിട്ടോ കൂടെ. വലിയ വസ്ത്രം സൂക്ഷിക്കുന്നവനെ അന്ന് കല്ലെറിയുന്നവർ. കാരണം ചോരയൊക്കെ വേണം വസ്ത്രം ചെയ്താണ്. അതിനുവേണ്ടി ഞാൻ മനസ്സിലാക്കുക പ്രത്യേക വസ്ത്രമൊന്നും എറിയാനായിട്ട്. അപ്പൊ ഇന്നും നമ്മളെ എറിയുന്നവർ ധാരാളമുണ്ട് ഇവിടെ ഇവിടെയൊക്കെ. അവരെറിയട്ടെ. ഓരോ ഏറും തേജസ്സായി, ഓരോ ഏറും തേജസ്സായി. സ്റ്റീഫനെ എറിഞ്ഞോണ്ട് ചെയ്യുമ്പോ കർത്താവ് കൃപ കൊടുത്തു. മാത്രമല്ല സ്റ്റീഫനെ എറിയുമ്പോ യേശു ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നോക്കുക. സ്റ്റീഫൻ പറയുക, ഇതാ ദൈവത്തിന്റെ വലതുഭാഗത്ത് മനുഷ്യപുത്രൻ നിൽക്കുന്നത് ഞാൻ കാണുന്നു. ദൈവത്തിന്റെ വലതുഭാഗത്ത് മനുഷ്യപുത്രൻ കർത്താവായ യേശു നിൽക്കുന്നു. ഞാൻ കാണുകയാണ്. അപ്പൊ ആ കാഴ്ചയൊക്കെ കാണാനായിട്ട് കൃപ കൊടുക്കുക. ഹല്ലേലൂയ. സ്വർഗം വെൽക്കം ചെയ്യുക. എഴുന്നേറ്റ് നിന്ന് മനുഷ്യപുത്രൻ വെൽക്കം ചെയ്യുക സ്റ്റീഫനെ. പ്രിയ കുഞ്ഞുങ്ങളെ, ആ ഒരു നേച്ചർ നമ്മിലേക്ക് വരണം. അപ്പൊ സ്റ്റീഫൻ, എടാ ദുഷ്ടന്മാരെ, തെറി പിടിക്കത്തില്ലടാ, നിങ്ങൾ എന്നെ കല്ലെറിയാടാ. പിതാവേ, കർത്താവേ, ഈ പാപം ഇവർക്ക് നിർത്തരുത്. അപ്പോഴും ചിന്ത എന്താ? എങ്ങനെയെങ്കിലും പാപം നിന്നാൽ ഇവര് ദൈവരാജ്യം അവകാശമാക്കത്തില്ല. എങ്ങനെയെങ്കിലും ഒരു ദൈവരാജ്യം അവകാശമാക്കാൻ സഹായിക്കുന്നത്. അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളുടെ ആ ഫാമിലി നേച്ചറിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഫാമിലി നേച്ചറിലേക്ക് എത്തിച്ച തിന്മയ്ക്ക് പകരം തിന്മയുണ്ട്, തിന്മയെ നന്മ കൊണ്ട് നേരിടും. പക്ഷെ ഈ യാത്രയിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ യാത്രയിൽ വളരെ ശ്രദ്ധിച്ചില്ലായെങ്കിൽ കർത്താവ് ചില നാളുകളായിട്ട് എന്നോട് പറയുന്നൊരു വചനമാണ്, കരുതൊരു വചനമാണ്. ധാരാളം സംവചനം സമൃദ്ധമായിട്ടുള്ളത് കൊണ്ട് കാരണം എന്റെ കുടുംബം സമ്പന്നമായ അത് പറഞ്ഞു കണ്ടിട്ടില്ലേ? നീ പുറത്ത് കിടന്ന് ഇങ്ങനെ എന്തിനാ ആ മാസിക ഈ മാസികയൊക്കെ തെറ്റി ഒരു വചനം കിട്ടുമെന്ന് അന്വേഷിക്കുന്നത്? അത് ഇതൊക്കെ അന്വേഷിച്ചു. നീ അകത്തു വാ, നീ അകത്തു വാ. ഒരു വചനം പറയാം, അകത്ത് വന്നാൽ നീ മേച്ചിൽ കണ്ടു. സമൃദ്ധമായി ഇവിടെ സമൃദ്ധ. ഹല്ലേലൂയ. സമൃദ്ധമാണ്. എന്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, വചനം പറയാൻ ചോദിക്കുമ്പോ നിങ്ങൾ പറയാം, അയ്യോ നാളെയാണ്, അടുത്ത ആഴ്ച, മറ്റന്നാളാണ്, പിറ്റന്നാൾ. അപ്പോഴേ ഒരു കാര്യം എനിക്ക് തിരിച്ചറിയാൻ പറ്റും, നിങ്ങൾ അകത്തല്ല പുറത്താണ്. അകത്തുള്ളവരോട് വചനം ചോദിക്കണ്ട, വാ തുറന്നാ പിന്നെ വചനം നിൽക്കണം. പിന്നെ വചനം നിർത്തണമെങ്കിൽ നിർത്താം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാച്ചിട്ട് നോക്കിയാൽ മതി. അപ്പൊ അവര് മനസ്സിലാക്കും, അവര് മടുത്തു, നിർത്തേണ്ട സമയമായി.
നിങ്ങൾ അകത്ത് വാ. അകത്ത് വന്നാൽ സമൃദ്ധമായ വചനം അവിടെ സമൃദ്ധമായ. ഹല്ലേലൂയ. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സമൃദ്ധമായ വചനം കൊടുത്ത് പലർക്കും സ്പിരിച്വൽ ഡയബറ്റീസ് ആയി. അത് വേറൊരു പ്രസംഗത്തിൽ പറയാം. അതുകൊണ്ട് ഒന്ന് ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തില്ല എങ്കിൽ, ഭക്ഷണക്രമമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തില്ല എങ്കിൽ ഇതങ്ങ് കൂടിപ്പോയി കഴിഞ്ഞാൽ വലിയ പ്രയാസ. സ്പിരിച്വൽ ഡയബറ്റീസ് ഒന്നും വലിയ ബുദ്ധിമുട്ടാകണം. ഇന്ന് അതല്ല കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു ഭാഗമാണ് ഒരു അപകട സൈൻ എല്ലാവർക്കും കർത്താവ് പറഞ്ഞു തരിക. ആ പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്. നമ്മളിൽ പഴയ മനുഷ്യൻ പുറത്താക്കാൻ നാം മടി കാണിച്ച അത് അപകടം. പഴയ മനുഷ്യനെ പുറത്താക്കിയില്ല എങ്കിൽ പഴയ മനുഷ്യൻ നമ്മളെ പുറത്താക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടുണ്ട്? പഴയ മനുഷ്യനെ നമ്മൾ പുറത്താക്കുന്നില്ല എങ്കിൽ, അതിന് മടി കാണിച്ചാൽ പഴയ മനുഷ്യൻ നമ്മളെ പുറത്താക്കും. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യം വായിക്കാം. അതിനു മുമ്പ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 22-ാം വാക്യം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. പഴയ മനുഷ്യനെ പുറത്താക്കണം. എന്ന് പറഞ്ഞ പഴയ മനുഷ്യനെ പുറത്താക്കണമെന്ന് പറഞ്ഞു. പഴയ മനുഷ്യനെ പുറത്താക്കണം. ഇനി പുറത്താക്കിയില്ലെങ്കിൽ അപകടം. ഇതിന്റെ ഒരു നിഴല് ഗലാത്യ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യം പറയുന്നു. ഗലാത്യ ലേഖനം തിരുവെഴുത്ത് എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോട് കൂടെ അവകാശമാകുകയില്ല. തിരുവെഴുത്തോ, ഷാജി ബ്രദർ അല്ല, തിരുവെഴുത്തോ എന്ത് പറയുന്നു? ദാസിയെയും മകനെയും പുറത്ത് ആക്കി കളയുന്നു. നമ്മളോട് കൽപ്പിക്കുന്ന കൽപ്പനയാണ് ദാസിയെയും മകനെയും പുറത്താക്കി കളയുന്നു. നേരത്തെ അവിടെ കേട്ടു, പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക, പഴയ മനുഷ്യനെ പുറത്താക്കുക. ഇവിടെ പറയുന്നു ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. പുറത്താക്കി കളയുക. ഇന്ന് അത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. തിരുവചനമാ പറയുന്ന ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. കാരണം എന്താ? ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകുകയും ഈ ദാസിയുടെ മകനെ വെച്ചുകൊണ്ടിരുന്നാലുണ്ടല്ലോ നീ അവകാശിക്കണം. അവകാശമുള്ളത്
വാഗ്ദത്ത പ്രകാരം ലഭിച്ച മകന്. സ്വതന്ത്രയുടെ മകന്. ദൈവമേ, എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? ഒന്നും പിടുത്തം കിട്ടണില്ലല്ലോ. ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കണേ, നാവേ എനിക്ക് മനസ്സിലാക്കി തരണേ. എന്നെ മനസ്സിലാക്കി തന്ന അതേ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പൊ എന്തുകൊണ്ടായി പറയണേ? പുതിയ സൃഷ്ടിക്കാണ് അവകാശം, പഴയ സൃഷ്ടിക്കല്ല. പുതിയ സൃഷ്ടിക്കാണ് അവകാശം, പഴയ സൃഷ്ടിക്കല്ല. പഴയ സൃഷ്ടിയുടെ അവകാശം മരണമാണ്. പുതിയ സൃഷ്ടിയുടെ അവകാശമാണ് കിങ്ഡം, ദൈവരാജ്യം. അപ്പോ അവകാശമില്ലാത്ത പഴയവനോട് കൂടെ നീ കെട്ടിത്തിരിഞ്ഞും മരം ചുറ്റിയും നടന്നാൽ അവൻ ശിക്ഷ അനുഭവിക്കുമ്പോ നീയും അതിനോട് കൂടെ. എന്നാൽ അവനെ പുറത്താക്കിയിട്ട് നീ പുതിയ സൃഷ്ടിയോടുകൂടെ ചേരെ, പുതിയ സൃഷ്ടിയുടെ അവകാശത്തിലേക്ക് നീയും അവകാശമായി മാറും. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. എടി മോളെ, സഭേ, ജയിൽ പുള്ളിയായ പരോളിൽ വന്നിരിക്കുന്ന നിന്റെ പഴയ കാമുവിന്റെ കൂടെ മരം ചുറ്റി പരിപാടിക്ക് നിർത്തിയിട്ട് ക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ട ആ പുതിയ സൃഷ്ടി, ആ മണവാളൻ, അവകാശിയായ മണവാളിനോട് കൂടെ അങ്ങ് ചേർന്നു. മറ്റവൻ പരോളിൽ ഇറങ്ങിയതായിരിക്കും, കുറച്ചാൾ കഴിയുമ്പോ അവന്റെ ശിക്ഷ പരിപൂർണമായിട്ട് നടപ്പിലാവും. പക്ഷേ മണവാട്ടിയായ നീയെ അവന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അപകടമാണ്. നീയെ ക്രിസ്തുവിനാൽ ഉള്ള പുതിയ സൃഷ്ടിയിലെ ആ ക്രിസ്തുവിലേക്ക് ചേരാൻ, വാഗ്ദത്തത്തിൽ ലഭിച്ച ആ സന്തതിയിലേക്ക് ചേരാൻ. വലിയ പ്രയാസമാണ് നമുക്ക്. നമ്മുടെ ദേഹി ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഗലാത്യ ലേഖനം തുടക്കം മുതൽ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ 4-ാം അധ്യായം 21 മുതൽ വായിച്ചു കഴിയുമ്പോൾ കുറെ കാര്യം മനസ്സിലാവും. അതായത് ഇത് പറയുന്നത് ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുവാൻ ആഗ്രഹിക്കുന്ന യഹൂദന്മാർ, രക്ഷിക്കപ്പെട്ട യഹൂദന്മാരാണ്. ആ രക്ഷിക്കപ്പെട്ട യഹൂദന്മാര് രക്ഷിക്കപ്പെടാത്ത യഹൂദന്മാരുണ്ട്, അവര് പുറയിലേക്ക് പിടിച്ച് വലിക്കുകയാണ്. ഇന്ന് സംഭവിക്കുന്നത് പോലെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു കൂട്ടം ക്രിസ്ത്യാനികളുണ്ട്. പക്ഷെ അവർ യേശുവിന്റെ സുവിശേഷമായ ദൈവരാജ്യം കേട്ടില്ല. അപ്പൊ ദൈവരാജ്യം കേട്ട് ആത്മാവിന്റെ ദൈവത്തിന് കീഴിൽ വരിക എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പ്രബോധിപ്പിക്കുമ്പോൾ കുറച്ചു പേര് വന്നു. പക്ഷെ വന്നവരെ യേശു ക്രിസ്തുവിൽ രക്ഷിതാവായി സ്വീകരിച്ച് മാത്രം നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട്, അവർ പുറകിലേക്ക് വലിക്കുക. അപ്പൊ ഈ സാഹചര്യത്തിൽ അവരെ ന്യായപ്രമാണത്തിന് കീഴിലിരിക്കണം. യേശുവിനുള്ള വിശ്വാസം അല്ലാതെ പറഞ്ഞ് വലിക്കുക. ആ ഒരു സമയത്ത് ഗലാത്യ സഭകൾക്ക് എഴുതുന്ന സന്ദേശമാണിത്. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരാ? അപ്പൊ ഇതില് ഒരു ക്ഷുദ്രപരിപാടിയൊക്കെ ഉണ്ട്, ക്ഷുദ്രപരിപാടിയൊക്കെ ഉണ്ട്. പർമ്മക്കിയ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരാണ്? യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുൻപിൽ വരച്ച് കാട്ടിയിരിക്കുക. ആരാണ് നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത്?
ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ഇപ്പൊ നിങ്ങൾ ജഡം കൊണ്ടോ അവസാനിക്കും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് ഇവരോട് പറയുന്നത്, അവര് നിങ്ങളെ ന്യായപ്രമാണത്തെ കീഴിലിരിക്കാൻ വേണ്ടി വെച്ചോണ്ട് പോവുക. ഞാൻ നിങ്ങളെ ക്രിസ്തുവിനുള്ള വിശ്വാസം മുമ്പോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ അവര് നിങ്ങളെ ന്യായപ്രമാണത്തിന് കീഴിലിരിക്കാൻ വേണ്ടി വെച്ചോണ്ട് പോവുകയാണ്. അപ്പൊ ഈ ഒരു തലത്തിലാണ് അദ്ദേഹം പറയുന്നത്. 21-ാം വാക്യം വായിച്ച്, ന്യായപ്രമാണത്തിൽ കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? അപ്പൊ ഇവരുടെ ആഗ്രഹം ന്യായപ്രമാണത്തിന്റെ കീഴിലിരിക്കാനാണ്. ഇന്ന് ക്രിസ്തുവിനുള്ള വിശ്വാസത്തിന്റെ കീഴിൽ മാത്രം ഇരിക്കുക, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരത്തിന്റെ ഭാഗം ഇല്ല. മാനസാന്തരത്തിന് ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവുമാണ് വിശുദ്ധ പൗലോസിനെ പോലുള്ള അപ്പോസ്തലന്മാർ പറഞ്ഞത്. പക്ഷെ ഇവിടെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം പറയുന്നത് വിരളം. ഇതേപോലെ അന്ന് ന്യായപ്രമാണം പറയും. പക്ഷെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസ രക്ഷയെ കുറിച്ച് പറയുമ്പോൾ അതിന് പിടിവലിയ. അപ്പൊ ആ സാഹചര്യത്തിൽ എഴുതുകയാണ്, ന്യായപ്രമാണത്തിൽ കീഴിലിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറയുക. എന്നോട് പറയാനാ പറയുന്നത്. ഞാനും പലപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, വചനപ്രകാരം എന്തെങ്കിലും ഇല്ലെങ്കിൽ എന്നോട് പറയണം. ദൈവം പറയാണ്, എന്നോട് പറയുക. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അബ്രഹാമിന് എത്ര പുത്രന്മാരുണ്ട് എന്ന് പറഞ്ഞ് കൈ കാണിച്ച്. 2. ഈ 2 എടുത്ത് പറ്റുന്നൊരു കൈ സ്വതന്ത്രമാക്കാൻ പറ്റും. 2 പുത്രന്മാർ. അപ്പോ അബ്രഹാം, അപ്പോ ഒരപ്പന് അല്ലെങ്കിൽ അമ്മയ്ക്ക് 2 പുത്രന്മാർ. അപ്പൊ 2നെയും മാറിട്ട് അടക്കിയിരിക്കുക. ഈ 2നെയും മാറിട്ട് അടയ്ക്കുമ്പോ സ്വർഗത്തിലെ ദൈവം അബ്രഹാത്തോട് പറഞ്ഞൊരു കാര്യം, ഒരെണ്ണത്തിനെ ഉപേക്ഷിക്കാൻ. അയ്യോ, ഒരെണ്ണത്തിനെ ഉപേക്ഷിക്കാൻ തകർന്നു പോവില്ലേ? തകർന്നു പോവില്ലേ? അതിന്റെ കാരണം വരുമ്പോ പറയുന്ന കാര്യം, ഈ 2 എണ്ണം നിനക്കില്ലേ, ഇതില് ഒരെണ്ണം ഉണ്ടല്ലോ, അവനെ കൊല്ലാൻ വേണ്ടി വിധിച്ചിട്ടില്ല. മറ്റവനുണ്ടല്ലോ, അവനെ അവകാശനായി നിർത്തിയിരിക്കുക. ഇത് നമുക്ക് വിവരിച്ചു തന്നു. അതുകൊണ്ട് പറഞ്ഞു, ഒരെണ്ണം നീ വിടാണ്ടിരുന്ന നീ അതിൻ്റെ കൂടെ പോകും. അവകാശത്തിനായി വെച്ചിട്ടുള്ളവനെ നിന്നോട് ചേർത്ത് പിടിക്കും. കൊല്ലാൻ വിധിക്കപ്പെട്ടവനെ നീ വിട്ടുകള. വിട്ടുകളഞ്ഞില്ലെങ്കിൽ അവൻ നിന്നെ കൊണ്ടുപോകും. അവൻ നിന്നെ കൊണ്ടുപോകും. പഴയ മനുഷ്യനെ നീ പുറത്താക്കിക്കൊള്ളണം. പുറത്താക്കിയില്ലെങ്കിൽ അവൻ നിന്നെ പുറത്താക്കും. ഇന്ന് പലർക്കും പറ്റുന്ന അബദ്ധമാണ്. എത്രയോ നാള് ഈ സന്ദേശം കേൾക്കുമ്പോ പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. എത്ര പ്രാവശ്യം പറഞ്ഞാലും പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുവാനായിട്ട് പലരും തയ്യാറാണ്. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ പഴയ മനുഷ്യൻ കുഞ്ഞെ നിന്നെ പുറത്താക്കും. നീ അവനെ പുറത്താക്കിയില്ലെങ്കിൽ അവൻ നിന്നെ. അതാണ് ഈ നിഴലി കാലത്ത് 2 സ്ത്രീകളെ വെച്ചിട്ട് 2 നിഴലുകൾ പറയാ. ഒന്ന് സാറ, മറ്റൊന്ന് ഹാഗർ. 2 കുട്ടികളെ പ്രസവിച്ചു. ഒന്ന് ജഡപ്രകാരം. ദൈവ വാഗ്ദത്തം കൊടുത്തിട്ടും കാര്യമൊന്നും നടന്നില്ല എന്ന് സാറയ്ക്ക് തോന്നി. സാറ പറഞ്ഞു, അച്ചാച്ചാ ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്നെ പോലെ വിശാല മനസ്സുള്ള ഏത് സ്ത്രീയും ഒരുപക്ഷെ മനസ്സിലായ ചിന്ത ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ഒരുപക്ഷെ ദൈവം മറന്നു പോയിട്ടുണ്ടാകാം. പക്ഷെ ഞാൻ മറന്നിട്ടില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ദൈവവാഗ്ദത്തം ശരിയാക്കിയിട്ട് 10 പേർ നമ്മൾ സാക്ഷ്യം പറയണ്ടേ? കഴിഞ്ഞ ആഴ്ച എന്റെ ദൈവം നല്ലത്, കഴിഞ്ഞ 20 വർഷമായിട്ട് എന്റെ ദൈവം നല്ലത് വിശ്വസ്തനായിരുന്നു, ഞങ്ങളോട് പറഞ്ഞൊക്കെ നിവർത്തിച്ചു, ഞാൻ എന്റെ ദാസിയെ, എന്റെ
കെട്ടിയവന് കൊടുത്തു. അങ്ങനെ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. ദൈവം നല്ല അങ്ങനെയൊന്നും നമ്മള് ദൈവത്തെ കളിയാക്കുന്ന രീതിയിലുള്ള സാക്ഷിയൊന്നും വേണ്ട, ഉണ്ടാക്കിയ സാക്ഷിയൊന്നും വേണ്ട. ദൈവം വാഗ്ദത്തം പറഞ്ഞാൽ ചെയ്തു തരാൻ. അങ്ങനെ സാറയ്ക്ക് ഒരു അബ്ദം പറ്റി. അങ്ങനെ സാറ ആ ജഡപ്രകാരമുള്ളൊരു മൂവ്മെന്റ് ആയിരുന്നു. തന്റെ ദാസിയെ അബ്രഹാമിന് കൊടുത്തു, ഹാഗറിനെ അബ്രഹാമിന് കൊടുത്തു. അങ്ങനെ ഹാഗറിൽ അബ്രഹാമിന് ജനിച്ച മകനാണ് ഇസ്മായിൽ എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോ അതൊരു ജഡപ്രകാരം ജനിച്ച മകനായിട്ടാണ്, ഇതൊരു സാദൃശ്യം, നിഴലായിട്ടാണ് വചനം കാണിക്കുന്നത്. ജഡപ്രകാരം ജനിച്ച മകൻ. എന്നാൽ അത് കഴിഞ്ഞ് ചില വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വാഗ്ദത്ത പ്രകാരമുള്ള മകൻ ജനിക്കും. വാഗ്ദത്ത പ്രകാരം, അതായത് ദൈവം ജഡത്തിന്റെ ശക്തി കൊണ്ടല്ല, വചനത്തിന്റെ ശക്തി കൊണ്ട് വാഗ്ദത്ത പ്രകാരം ഉള്ള മകൻ ജനിക്കുക. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് കറൻസി. യൂണിവേഴ്സിലെ ഏറ്റവും വലിയ കറൻസിയാണ് ദൈവത്തിന്റെ മകൻ. അതുണ്ടെങ്കിൽ കാര്യം സാധിക്കും. അതുണ്ടെങ്കിലേ പിന്നെ ഭൂമിയിലെ കാര്യം കറൻസി കൊടുക്കുന്ന കാര്യം സാധിക്കും. ദൈവത്തിന് കറൻസി കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ സാധിക്കും. ഭൂമിയിൽ മറ്റുള്ള എല്ലാ കറൻസിയും അതിന് താഴെ വരും. സമത്തേരിക്ക് പ്രമുഖമില്ല, പക്ഷെ യൂണിവേഴ്സൽ കറൻസിയാണ് ദൈവത്തിന്റെ മകൻ. വാഗ്ദത്തം ഉള്ള കുഞ്ഞാണ് ഇസ്ഹാക്ക്. അത് ജഡത്തിന്റെ ശക്തി കൊണ്ടല്ല, ജഡമൊക്കെ ക്ഷയിച്ചതിന് ശേഷം വന്നതാണ്. അപ്പോ ഇത് രണ്ടും ആർക്കാ? അബ്രഹാത്തിന് അബ്രഹാമിന് വാഗ്ദത്തം കിട്ടി. അപ്പോ ഒന്ന് എബ്രഹാത്തിന് ജഡപ്രകാരം ജനിച്ചതും ഒന്ന് എബ്രഹാത്തിന് വാഗ്ദത്ത പ്രകാരം ജനിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്കുണ്ട് ഇതുപോലെ രണ്ട് മക്കൾ. സാദൃശ്യമാണ്. നമുക്കുണ്ട് ഇതുപോലെ രണ്ട് മക്കൾ. ഒന്ന് ജഡപ്രകാരം ജനിച്ചത്, മരണത്തിനായി ജനിച്ചത്. അവകാശമില്ല, അവകാശം തീരുകയാണ്. അതാണ് പഴയ മനുഷ്യൻ. ആ പഴയ മനുഷ്യന്റെ കൂടെയാണ് ദേഹി ആയിരിക്കുന്നത്. ദേഹി എന്ന് വെച്ചാൽ നമ്മ യഥാർത്ഥത്തിൽ മനുഷ്യൻ പഴയ മനുഷ്യന്റെ കൂടെ ആയി. അതുകൊണ്ട് ദേഹി ശിക്ഷയിൽ കിടക്കുക. പക്ഷെ ദേഹിയുടെ ശിക്ഷ ആര് മാറ്റിക്കൊടുത്തു? കർത്താവായ യേശു കാൽവരിയുടെ ആൾക്ക് മാറ്റിക്കൊടുത്തു. പക്ഷേ ദേഹി തയ്യാറല്ല പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ. ജഡപ്രകാരം ജനിച്ചവനെ ഉപേക്ഷിക്കാൻ ദേഹി തയ്യാറല്ല. അവിടെ കിടക്കുക. നിങ്ങൾ പറയാം അതിന് വചനമൊക്കെ ഉണ്ടോ? അതെ, ഉപേക്ഷിച്ചില്ല എങ്കിൽ നീ മരിച്ചു. ജഡപ്രകാരം ജനിച്ചവനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ ദേഹി നീ മരിച്ചു പോകും. കാരണം ഈ ജഡപ്രകാരം ജനിച്ച പഴയ മനുഷ്യൻ മരിക്കാനായി വിധിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരോട്, രണ്ട് മക്കളുള്ളവരോട്, നീ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ ദേഹി നീ മരിക്കും നിശ്ചയം. റോമായിട്ടിന്റെ 13. നീ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ വെച്ച ദേഹി നീ മരിക്കും. കാരണം അവനെ നീ പുറത്താക്കി കളയേണ്ടതാണ്. അവനെ നീ പുറത്താക്കി കളയണം. അവനെ നീ പുറത്താക്കി കളയണം. അത്രയും നാളും കേട്ടിട്ട് അവനെ പുറത്താക്കിയ, അവനെ പുറത്താക്കിയില്ലെങ്കിൽ അവന്റെ ഉള്ളിലുള്ള മോഹങ്ങളിലൂടെ നമ്മളെ പുറത്താക്കും. അവനെ നാം പുറത്താക്കുന്നില്ല എങ്കിൽ അവന്റെ ഉള്ളിലുള്ള മോഹങ്ങളിലൂടെ നമ്മളെ പുറത്താക്കും. അവന്റെ ഉള്ളിലുള്ള മോഹമാണ് ലോകമോഹം, ജഡമോഹം. അതുകൊണ്ട് ദൈവത്തിന് വചനം പറഞ്ഞ ചതിമോഹങ്ങളാൽ വഷളായി പോയി കൊണ്ടിരിക്കുന്ന ആ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ഓരോ നിമിഷവും വഷളായിക്കൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ദുർഗന്ധം വമിക്കുന്ന ഒരു ചാല്, വേസ്റ്റ് എല്ലാം വന്ന് വീഴുക, അവിടെ കൂടെ നിർത്തിയിരിക്കുക നിങ്ങളെ സൈഡിൽ, ആ കുഴിയുടെ സൈഡില് ദുർഗന്ധം ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ഓരോ നിമിഷവും ഓരോ ദിവസവും അത് വർദ്ധിച്ച് ഇന്നത്തെ ചെയ്ത് മാറി, ഇന്ന് ചെയ്ത് മാറി,
അങ്ങനെ ചെയ്യുന്നതാരെങ്കിലും കുറച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അവിടെ നിൽക്കാനുള്ള ആഗ്രഹം, നിങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോകാൻ ആഗ്രഹം. ഇതുപോലെ ഇവിടെ പറയാം, ചതി പോകണം വഷളായി പോയിക്കൊണ്ടിരിക്കുക ഇവൻ. അവന് നിങ്ങൾ ഉപേക്ഷിച്ചോളാം, അവന് നിങ്ങൾ പുറത്താക്കി പോകണം. അവന് പുറത്താക്കിയില്ലെങ്കിൽ അവിടെ നിന്നാൽ അവിടെ നിന്നുള്ള രോഗാണുക്കളൊക്കെ നിങ്ങൾ വസിച്ച് വലിച്ചകത്ത് കയറ്റി നിങ്ങൾ തിരിച്ചു. അവനെ നിങ്ങൾ പുറത്താക്കിയില്ലെങ്കിൽ അവൻ നിങ്ങളെ. അപ്പോ രണ്ട് മക്കളുടെ കാര്യം പറയുന്നത് ഇപ്പൊ സാദൃശ്യമാണ്. രണ്ട് മക്കളും രണ്ട് സ്ത്രീകളും. ഈ ദാസിയുടെ മോനെ കുറിച്ച് പറയുന്നത് അവനൊരു പരിഹാസിയാണോ? പരിഹാസി, മറ്റുള്ളവരെ കളിയാക്കുക, തിന്മ പറയുക. ദൈവമക്കൾ അങ്ങനെയല്ല. ആരുടെയെങ്കിലും കുറ്റോ കുറവുകളൊക്കെ കേട്ട് കഴിയുമ്പോ അത് നമ്മളുടെ ഉണ്ടാക്കി പറയലല്ല, നമ്മുടെ ഫാമിലി നേച്ചറാണ്. സാരമില്ലല്ലോ, എല്ലാ കുറവുകളും എല്ലാവർക്കും ഇല്ലേ, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ കുറവ് മാറാൻ വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവര് നിങ്ങളെ കുറിച്ച് ചീത്തയാണോ പറയണേ? ആയിക്കോട്ടെ, അവര് ചീത്ത പറഞ്ഞെങ്കിൽ എനിക്ക് നന്മയായിട്ടല്ലേ വരും. നിങ്ങൾ അതുകൊണ്ട് വ്യാകുലപ്പെട്ട് നിങ്ങൾ വിശ്വാസം താഴെ പോകാൻ. യേശുവേ, ഇവളെ ഉണ്ടല്ലോ, ഞങ്ങൾ അത് വീട് വ്യഭിചരിച്ചോണ്ടിരിക്കുകയാണെന്ന് ഇവള് ഓടി രക്ഷപ്പെടാൻ ഞങ്ങളെ അനുവദിച്ചില്ല. വ്യഭിചാര കർമ്മത്തിൽ തന്നെ ഞങ്ങൾ വിളിച്ചു. എന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുക, നല്ല കൊണ്ടുവന്ന എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നേക്കണേ. യേശുക്രിസ്തു പറഞ്ഞാന്നറിയാം, നിങ്ങളിൽ പാപമില്ലാത്തവൻ നിങ്ങളെ കല്ല. ആ മനസ്സ് അക്ഷരത്തിലല്ല, അക്ഷരത്തിന്റെ പുറകെയല്ല യേശു പോകുന്നത്. ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹം. പാപമില്ലാത്തവരാരുമില്ല, എല്ലാവർക്കും എല്ലാ കുറവുകളും ഉണ്ട്. പക്ഷെ കുറവുകളിൽ തുടരാനുള്ള, അതിൽ കിടന്ന് കുത്തിമറിയാനുള്ള ഒരു പന്നിയുടെ മനോഭാവം ഉണ്ടല്ലോ, അതുണ്ടാകും. ചെളിയിൽ കിടന്ന് ഉരുളാൻ പകരം അതിൽ നിന്ന് രക്ഷപ്പെടാനൊരു മനോഭാവം, മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ ഉള്ള മനോഭാവം, ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം. ക്രിസ്തു അന്നും മൈൻഡ് ചെയ്യാതെ പോയത് വേറെ ആരെയല്ല, പരീശന്മാരെയാണ് മൈൻഡ് ചെയ്യാറുള്ളത്. ശ്രദ്ധിച്ചാൽ അറിയാം. ശിഷ്യന്മാര് പറഞ്ഞു അവരെ മൈൻഡ് ചെയ്യേ. കർത്താവ് പറഞ്ഞു അവരെ വിട്ടേരെ. യേശു നിന്റെ പ്രസംഗം കേട്ട് അവരെ ഇടറി പോയ കാര്യം അറിയാമോ? പരീശന്മാരൊക്കെ ഇടറിയിരിക്കാത്ത നിന്റെ പ്രസംഗം കേട്ടാണ്. അടുത്ത പ്രസംഗത്തിന് നിനക്കൊരു അനുവാദം തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള രീതിയായി പറയുന്നത്. കർത്താവ് പറഞ്ഞു അവരെ വിട്ടേരുന്നേ, അവരെ ഉപേക്ഷിക്കപ്പെട്ട കേസ് കേട്ട അവരെ വിട്ടേരുന്നു. കുരുടനെ വഴി നിർത്തി ഇരുവരും. അപ്പൊ ദൈവം വിട്ടവരാണ് നല്ലൊരു ബന്ധം ഒന്ന് വഴി നടത്താൻ പറ്റും. നമ്മൾ സൂക്ഷിച്ചോളാം നമ്മളെ എങ്ങോട്ടാ കൊണ്ടുപോണേ. ഒരു ദൈവദാസൻ തെരഞ്ഞെടുക്കുമ്പോ സൂക്ഷിക്കണം. ദൈവദാസന് വചനിട്ടിരിക്കുന്ന പേര് വഴി നടത്തുന്നവനാണ്. നമ്മളെ എങ്ങോട്ടാ കൊണ്ടുപോണേന്ന് സൂക്ഷിച്ചു. കഴിഞ്ഞ സന്ദേശം അത് കർത്താവ് വീണ്ടും ഓർമ്മിക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ച മീറ്റിംഗിൽ നിങ്ങളിൽ നല്ലൊരു പങ്കം ഉണ്ടായെന്ന് ഞാൻ ചിന്തിക്കുക. എന്തായിരുന്നു വെള്ളിയാഴ്ച മീറ്റിംഗിന്റെ ടൈറ്റില്? അറിയാവുന്നവൻ അടുത്തിരിക്കുന്ന ദൂതനോട് പറഞ്ഞു. ദൂതനില്ല, അടുത്ത് മനുഷ്യരാരില്ലെങ്കിൽ ദൂതനോട് പറ, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന മനുഷ്യനോട് പറഞ്ഞു. ടൈറ്റിൽ എന്തായിരുന്നു വെള്ളിയാഴ്ച? ആരെങ്കിലും പറഞ്ഞില്ല എങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു വടി എടുത്ത് കൈക്ക് മുമ്പിൽ നല്ല അടി കൊടുത്തു. ഞാൻ തന്നാന്ന് വിചാരിച്ചത് എന്തായിരുന്നു? പറഞ്ഞവർക്ക് ആയുസ്, ഗോൾ ആൻഡ് ഗ്രോത്ത്, ലക്ഷ്യവും വളർച്ച. ഇത് മറന്നു പോകരുത് നമ്മള്.
ഇതൊക്കെ നമ്മൾ മറന്നു പോകുമ്പോഴാണ് വഴിക്കൂടെ പോകണമെന്നൊക്കെ നമ്മൾ പറ്റിച്ചിട്ട് പോകണം. ലക്ഷ്യവും വളർച്ച. ഞാൻ എന്റെ കർത്താവെന്ന് കേൾക്കണം. വഴി നടത്തുന്നവനാണെങ്കിൽ അവന് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ ആ വ്യക്തിക്ക് ഒരു വഴിയും അറിയാം. അപ്പൊ ഞാന് ചുമ്മാ ഓടി ഓടി പോയിട്ട് കാര്യമില്ലല്ലോ. ഒരു പ്രസംഗം കഴിക്കാൻ വേണ്ടിയല്ലല്ലോ ദൈവം വെച്ചിരിക്കണം. നിങ്ങളെ വളർത്തി എത്തിക്കുന്നിടത്ത് എത്തിക്കാനല്ലേ. അപ്പൊ ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? അറിയാവുന്നവരെന്ന് കൈമുക്കി. ഓക്കെ ഓക്കെ ലക്ഷ്യം ഞാൻ ചോദിക്കും കൈമുക്കിയവരോട്. കൈമുക്കിയിട്ട് വാല് മുറിയരുത്. ഓക്കെ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം ആരോടാ ചോദിക്കുക? പലരും കൈ ഉയർത്തിയതുണ്ട്. ഒരു കാര്യം ചെയ്യാം. ഓക്കെ, കൈ ഉയർത്തി തന്നെ വിളിച്ചിരിക്കുന്ന ഒരാളുണ്ട്, താത്ത വിജയമരി ആന്റി. വിജയമരി ആന്റി ഒന്ന് പറഞ്ഞേ, എന്തുവാ ക്രിസ്തീയത്തിൽ ലക്ഷ്യം? മാറിപ്പോരുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ദൈവനാമ മഹത്വം. കേൾക്കുന്നുണ്ടോ? ദൈവനാമ മഹത്വം. നമ്മുടെ ലക്ഷ്യം, ദൈവം നമ്മളെ മരണത്തിലുണ്ട്, ആദാമിന്റെ മരണത്തിലുണ്ട്. നമ്മളെ ദൈവം നമ്മളെ ക്രിസ്തുവോടെ ആ കുരിശിൽ കൂടി നമുക്ക് എല്ലാം സൗജന്യമായി തന്നു, രക്ഷയെല്ലാം സൗജന്യമാണ്. ആ ക്രിസ്തു പിതാവിൽ കൂടി എത്തിക്കുവാൻ വേണ്ടിയാണോ? പിതാവൻ എന്നിൽ കൂടി, പിതാവും ഞാൻ പിതാവിൽ കൂടിയാണ് ഇരിക്കുന്നത്. അതാണ് പിതാവിൽ കേട്ടതാണ് ഞാൻ നിങ്ങൾക്ക് സംസാരിച്ചു കൊടുക്കുന്നത്. അപ്പൊ വലതുഭാഗം തന്റെ ജോലി കഴിച്ച് കുരിശിലെ അധികാര വാഴ്ചകളെല്ലാം ജയഘോഷം കൊണ്ടാടി ആ വചനം 2-15 അത് പൂർത്തിയാക്കി വലതുഭാഗത്തിൽ ഇരിക്കുന്നു. ഇനി നമ്മളെയാണ് പിതാവ് ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി. ആ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മള് ആത്മാവിന്റെ ദേഹിയില് വളർന്ന്, മരിക്കുന്ന ഈ ദേഹത്തിനല്ല, മരിക്കാതെ ആ ഷോലിനെ നമ്മൾ വളർന്ന് ആത്മാവിൽ കൂടി, വെളിപ്പാട് കൂടി, ദർശനം, സ്വർഗീയ ദർശനങ്ങൾ വെളിപ്പെടുന്ന ആ ദർശനത്തിൽ വളർന്ന്, ആ ദർശനങ്ങളിൽ നമ്മൾ യോഹാനാൻ പോലെ നമ്മളെ ദ്രവിച്ച് അതിൽ കൂടി നമ്മളെ ആ ഒരു വാക്കുകൊണ്ട് പറയേണ്ട കാര്യം ആന്റി അങ്ങ് നീണ്ടുപോയി. ഞാൻ എങ്ങോട്ടേക്കാ പോണേ? എന്റെ ലക്ഷ്യം എവിടെയാണ്? ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്തേക്ക്. തിരുവനന്തപുരം പിതാവിന്റെ പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുക, ഇതാണ് ലക്ഷ്യം. ഓക്കെ, ഇനി അതിലേക്കുള്ള വഴി, ഗ്രോത്ത്, വളർച്ച, ഇതെല്ലാം ഒറ്റ കാര്യത്തില വരുന്നത്. ലക്ഷ്യത്തിലേക്കുള്ള എത്തുവാൻ തക്ക ഒരു വളർച്ച ആവശ്യം. ആ വളർച്ച വിൻസെന്റ് എന്തുവാണ് എന്ന് അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മള് ജിയില് ദൈവരാജ്യത്തിൽ എത്തിച്ചേരുക. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് ജീസസിന്റെ തലയോളം വളരുക. റീസൺ ഫോർ ഗ്രോത്ത് ഈസ് ടു റീച്ച് ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ക്രിസ്തു ആകുന്ന തലയോളം വളരുക, അതാണ് നമ്മുടെ ഗ്രോത്തിന്റെ പരമാവധി. പക്ഷെ അതിലൂടെ നാം എത്തിച്ചേരുന്നത്, കർത്താവ് പറഞ്ഞു, ഞാൻ മുഖേന അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരാൻ കഴിയില്ല. സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരും. അത് നമ്മുടെ ലക്ഷ്യം. ആ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ ഇതൊക്കെ വ്യക്തമായൊരു ബോധ്യം ഉണ്ടാകും. ആരെങ്കിലും വന്നിട്ട് പറയാം, മാക്സിമം ക്രിസ്തു തലയോളം, വെരി ഗുഡ്, ദൈവമേ നന്ദി. അവരത്രത്തോളം മനസ്സിലാക്കിയല്ലോ. ഇനി വളരുവാനായിട്ട് അവരെ ഇടയാക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കും. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിലൂടെ നമ്മൾ സ്വർഗീയ പിതാവിലേക്ക് എത്തിച്ച്. നമ്മൾ കേട്ടായിരുന്നു, ഒരു സഹോദരൻ, ആ സഹോദരന് ഒരു മോള്, ആ മോളെ അദ്ദേഹം വളർത്തുകയാണ്. അതിന് അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ട്, പഠിപ്പിക്കുകയാണ്. അതിന് അദ്ദേഹത്തിന്റെ ഉദ്ദേശമുണ്ട്, തനിക്കൊരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റൽ ഈ മകളുടെ കയ്യിൽ. അതിനുവേണ്ടി ഈ മകളെ പോസ്റ്റ് ഗ്രാജുവേഷൻ
മെഡിക്കൽ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ MBBS MD ഡോക്ടർ ഓഫ് മെഡിസിൻ വരെ കൊണ്ടുവന്നതിന് ശേഷം പാസ്സാക്കി ഈ ഹോസ്പിറ്റലിന്റെ താക്കോൽ അവളുടെ കയ്യിൽ കൊടുത്തത്. അപ്പോ ഹോസ്പിറ്റൽ അവളുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. പക്ഷെ അതിനു വേണ്ടിയുള്ള വളർച്ച എന്നുള്ളത് ആ മെഡിക്കൽ സയൻസിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ അവൾ പാസ്സാക്കി എന്നുള്ളതാണ് അതിന്റെ ഗ്രോത്ത്, വളർച്ച. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഇപ്പൊ ഈ ഇടയിൽ സംഭവിച്ചത് ഒരു അപ്പോളോസ് മിനിസ്ട്രി. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച പ്ലാൻ ചെയ്തത് പൗലോസ് മിനിസ്ട്രി ഉണ്ടല്ലോ, പോൾ മിനിസ്ട്രി, അതിനെ ഒരു അല്പമായിട്ട് നനച്ചു കൊടുത്തു. അപ്പോ ആ നനച്ചു കൊടുക്കുമ്പോ ആ വിത്തൊക്കെ ഇങ്ങനെ പൊട്ടി മുളച്ച് മുകളിലേക്ക് കയറാനായിട്ട് ഇടയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ വ്യക്തതയോടെയാണ് ഇത് യഥാർത്ഥ സുവിശേഷത്തിന്റെ വഴിയും മാർഗവുമായി പറഞ്ഞു തരുന്നേ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ആരോടും എനിക്ക് യാതൊരു വിഷമവും ഇല്ല. എന്നെ ശപിക്കുന്നവരെയൊക്കെ അനുഗ്രഹിക്കുന്നേ ഉള്ളൂ. കാരണം നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കുന്ന ഒരു പദ്ധതി അറിയില്ല. അങ്ങനെയാണ് നമ്മള് പഴയവനെ പുറത്താക്കി കളഞ്ഞ പുതിയവന്റെ സ്വഭാവം എന്താ? പുതിയവന്റെ സ്വഭാവം എന്താ? അടുത്തിരിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരോട് പറ, അല്ലെങ്കിൽ പുതിയവന്റെ സ്വഭാവം എന്താ? മല കുമ്പിട്ടിരിക്കലാണ് പുതിയവന്റെ സ്വഭാവം. എസെക്കിയേൽ കൈ പൊക്കിക്കൊണ്ടിരിക്കുക പുതിയ സ്വഭാവം പറയാനായിട്ട്. പറഞ്ഞേ, ദൈവത്തിന്റെ സ്വഭാവം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ സ്വഭാവം. ദൈവത്തിന്റെ വചനം പറഞ്ഞു, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുക. അപ്പൊ പുതിയവന്റെ സ്വഭാവം ദൈവാനുരൂപമാണ്. മനസ്സിലായോ? അപ്പോ ആ സ്വഭാവം വിട്ട് പ്രവർത്തിക്കാൻ പുതിയവന് കഴിയത്തില്ല. പുതിയവന്റെ സ്വഭാവം ദൈവാനുരൂപമാണ്. മനസ്സിലായോ? ഒരു പൂച്ചയുടെ കുഞ്ഞിന്റെ സ്വഭാവം ആരുടെ സ്വഭാവമാണ്? തള്ളപ്പൂച്ചയുടെ സ്വഭാവമാണ്. ആ പൂച്ചയോട് പറയാണ്, പൂച്ച ഈ ഒരു കാര്യം ചെയ്യ്, ഈ പശു കരയണ പോലെ കരയും. പൂച്ചക്കുഞ്ഞ് പറയും, എനിക്കറിയത്തില്ല എന്റെ ചേട്ടായി പശു കരണ പോലെ കരയും. എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പൂച്ച കരണ പോലെ കരയാൻ എനിക്ക് പറ്റി. അപ്പൊ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. പക്ഷെ പഴയവൻ അങ്ങനെയല്ല, ചതി മോഹന വഷളായി പോയവനാ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് അവനെ പുറത്താക്കിക്കള. ദാസിയെയും മകനെയും പുറത്താക്കിക്കള. പുറത്താക്കിയില്ലെങ്കിൽ അവൻ നിന്നെ പുറത്താക്കും. ആ ദാസിയുടെ മകനെ അകത്ത് വെച്ചോണ്ടിരിക്കരുത്, അവൻ നിന്നെ പുറത്താക്കും. പിന്നെ ദാസിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ദാസി എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെയാണ്. അതിന്റെ അർത്ഥം ഈ ന്യായപ്രമാണത്തെ എടുത്തു കളയുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ആകാശം മാറും ഭൂമി മാറും, ദൈവത്തിന് വരുന്നതിന് മാറ്റം ഇതൊരു സാദൃശ്യമാണ്. പകരം ഈ ദാസിയുടെ മകനെ ഡിസിപ്ലിൻ ചെയ്യാനാണ് ന്യായപ്രമാണം. തല്ലിപ്പൊളിയായ ഒരു മോനുണ്ട് വീട്ടിൽ, തല്ലിപ്പൊളിയായ ഒരു മോൻ. അവന് ഒരു നിവൃത്തിയില്ല, കണ്ണി കണ്ടതൊക്കെ എടുത്ത് എറിയും. അവന് TV പൊട്ടിച്ചു, അത് പൊട്ടിച്ചു, ചില്ല് പൊട്ടിച്ചൊക്കെ ഇരിക്കുക. അപ്പൊ അവനെ സൂക്ഷിക്കാനായിട്ട് ഒരായനെ കൊണ്ടുവന്നു. അവനെ എറിയില്ലടാ, അപ്പൊ എപ്പോഴും ഇപ്പോഴും അവന്റെ പുറകെ നടന്നു. അങ്ങനെ പഴയ മനുഷ്യന്റെ പുറകെ നടക്കുന്ന ആയയാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് ന്യായപ്രമാണം. വിചാരം ചെയ്യരുത്, കൊല്ലരുത്. കണ്ട പുറകെ നടക്കാണ്. ഇവനാണെങ്കിൽ വിചാരം ചെയ്യണം, നുണ പറയണം, കൊല്ലണം, അങ്ങനെ പല പല കാര്യങ്ങൾ നടക്കുക. അത് ഏതൊരു വചനം പറയുന്നു? ന്യായപ്രമാണം ഒരു നല്ല മനുഷ്യന് വേണ്ടിയല്ല. ന്യായപ്രമാണം തിന്മ നിറഞ്ഞ മനുഷ്യന് വേണ്ടിയാണ് ന്യായപ്രമാണം. അപ്പൊ ഇവൻ ചതി മോഹങ്ങളെ വഷളായിപ്പോയ ഈ മനുഷ്യനെ ഉപേക്ഷിച്ചാൽ പിന്നെ ഇവനെ കൺട്രോൾ ചെയ്യേണ്ട ആയയുടെ ആവശ്യമില്ല. ഇവിടുത്തെ കിട്ടിയ ആയയുടെ ആവശ്യമില്ല പിന്നെ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ഉള്ളൂ.
അത് കഴിഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ കാലമാണ്. ദൈവരാജ്യത്തിൽ ഐസക്കിന്റെ കാലമാണേ. ഐസക്കിന്റെ കാലം നിഴലാണേ, നിഴല്. ഐസക്കിന്റെ കാലമാ. പുതിയ സൃഷ്ടിയുടെ കാലമാണ്. ദൈവപുത്രന്റെ കാലമാണ്. ദൈവപുത്രന്റെ സ്വഭാവം എന്നാന്നറിയാമോ? അവന്റെ അപ്പന്റെ സ്വഭാവമാണ്. ചതി പോകുന്ന വഷളായി പോകുന്നവനല്ല അവൻ. അവൻ ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ടവനാ. അവന് ഈ ആയയുടെ ആവശ്യമില്ലെന്നേ. അവന് ഈ ആയയുടെ ആവശ്യമില്ല. ന്യായപ്രമാണം എന്ന ഈ സ്ത്രീയുടെ ആവശ്യമില്ല അവന്. പിന്നെ അവന് ആത്മാവിന്റെ പ്രമാണമല്ലേ. അവന്റെ അപ്പൻ അവനെ നേരിട്ട് നടത്തല്ലേ. അതുകൊണ്ടല്ലേ പറഞ്ഞ വായിച്ചു നോക്കുന്നല്ല. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവിനെ നയിക്കപ്പെടുന്നവരത്രേ ദൈവത്തിന്റെ മക്കൾ. അവനാണ് അവകാശി. അവനെ മുറുകെ പിടിച്ചോ. അവനാണ് പുതിയ സൃഷ്ടി. ഇത് പുതിയ സൃഷ്ടിയെ കുറിച്ചുള്ള ക്ലാസ്സുകൾ കേൾക്കാനില്ല. ജനം നല്ലൊരു പങ്ക് ചതിക്കപ്പെട്ട് കിടക്കുകയാണ്. അറിവില്ലായ്മ. ആരുടെ അറിവില്ലായ്മ? ദേവദാസന്മാരെ നിങ്ങളെല്ലാം ഞാൻ സ്നേഹിക്കുന്നു. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, പുരോഹിതന് പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് ദൈവത്തിന്റെ ജനം നശിച്ചു പോകുന്നു. ഞാനല്ല കംപ്ലൈന്റ് പറയുന്നത്, ദൈവം തന്നെ കംപ്ലൈന്റ് പറയുക. ദൈവം തന്നെ കംപ്ലൈന്റ് പറയുക. നയിക്കേണ്ട പുരോഹിതന്, നടത്തേണ്ട പുരോഹിതന് പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് എന്റെ ജനം നശിച്ചു പോകുന്ന ദൈവം പറയാൻ. അന്നേ ദൈവം കർത്താവ് വചനം മാംസമായി ഭൂമിയിൽ വന്ന് പറഞ്ഞ ഒരു കാര്യം നിക്കോദീമോസിനോട് ഈ പുതിയ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞപ്പോ, വീണ്ടും ജനനത്തെ കുറിച്ച്, പുതിയ സൃഷ്ടിയിൽ നിന്നാണ് വീണ്ടും ജനനം, അതിനെ കുറിച്ച് പറഞ്ഞപ്പോ നിക്കോദീമോസ് മണ്ടടിച്ചു. അതെന്തോ പരിപാടിയാണ്? അതിനി ഈ പ്രായത്തിൽ എന്റെ മുടിയൊക്കെ നോക്കി, ഞാൻ പാരഫ്രൈസ് ചെയ്ത് പറയുന്ന വെച്ചാൽ നാടകീയമായി നിനക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു തരാട്ടാ. എന്റെ മുടിയൊക്കെ നോക്കി ഞാൻ ഇത്ര നരച്ചു. ഇനി ഞാൻ അമ്മയുടെ വയറ്റിൽ കയറും. അമ്മയുടെ വയറ്റിൽ കയറിയിട്ട് വീണ്ടും ജനിക്കും. അപ്പൊ കർത്താവ് ചോദിച്ചൊരു കാര്യം, നീ ഇസ്രായേലിന്റെ ടീച്ചറായിട്ട്, ഉപദേഷ്ടാവായിട്ട് ഈ കാര്യം ഒന്നും അറിയുന്നില്ല. അത് പഴയ നിയമകാലമാണ്. അദ്ദേഹം അറിഞ്ഞില്ലെങ്കിലും ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. പഴയ ഇന്ന് പുതിയ നിയമത്തിലുള്ള ശാസ്ത്രിമാർക്കും പരീക്ഷന്മാർക്കും അറിയില്ല. പുതിയ സൃഷ്ടിയെ കുറിച്ച് എവിടെ പുതിയ സൃഷ്ടി? ഇതിനെക്കുറിച്ചുള്ള തലങ്ങളൊന്നും അറിയില്ല. അപ്പൊ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കർത്താവ് പറയുന്നത് പുരോഹിതന്മാരാണ്. അപ്പോ അതുകൊണ്ട് നമ്മളെല്ലാം പരിജ്ഞാനം നമുക്കില്ല. പക്ഷെ പരിജ്ഞാനം ദൈവം തരുമ്പോ അത് ദുരുപദേശം എന്ന് പറഞ്ഞ് ഓടാതെ ഒരല്പമെങ്കിലും ബുദ്ധിയാണ് അത് മനസ്സിലാക്കി നമ്മളെ രക്ഷിക്കണം. തുടർന്ന് നമ്മുടെ വചനം കേൾക്കുന്നവരെ അതിലൂടെ രക്ഷിക്കുവാൻ നമുക്ക് കഴിയും. ദൈവം അതിന് നമ്മളെ സഹായിച്ചു. ഹോശേയ 4:6 വായിച്ചു. ദൈവത്തിന്റെ കംപ്ലൈന്റ് ആണ്. പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കുവാൻ തക്കൊണ്ട് ഞാൻ നിന്നെയും ത്യജിക്കും. പരിജ്ഞാനം ഇല്ലാത്തതിനാൽ ദൈവം പറയാണ് എന്റെ ജനം നശിച്ചു പോകും. നശിച്ചു പോവാ. ദൈവത്തിന്റെ ജനമാ. നീ പരിജ്ഞാനം ത്യജിക്കൊണ്ട്, അതായത് അത് വേണ്ടാന്നേ. പരിജ്ഞാനം വരുമ്പോ ദുരുപദേശം പറഞ്ഞ് ഓടുക. എന്തിനാണ്? സ്വയത്തെ പ്രസാദപ്പെടുത്താൻ, സ്വയത്തിൽ നിൽക്കുന്ന മറ്റുള്ളവരെ പ്രസാദപ്പെടുത്താൻ. ദൈവത്താലുള്ള മാനത്തെക്കാൾ ഉപരി മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. കുറച്ച് നാള് കഴിഞ്ഞോ, എപ്പം കഴിഞ്ഞ് ക്രിസ്തുവിന്റെ നയാസത്തിന് മുമ്പ് വരുമ്പോ എല്ലാം വെളിപ്പെടും. അതുകൊണ്ട് കർത്താവ് പറയാം, ഞാൻ നിന്നെയും ത്യജിക്കും. ശിക്ഷ ഇപ്പോഴേ ഉറപ്പാക്കി കഴിയും. ഞാൻ നിന്നെയും ത്യജിക്കും. എന്നെ തൊട്ട് താഴെ എഴുതിയിരിക്കുകയാണ്. നീ ചെയ്ത പരിപാടി എന്താണെന്നറിയാമോ? നീ ചെയ്ത പരിപാടി എന്താണെന്നറിയാമോ? പുരോഹിത, നീ ചെയ്ത പരിപാടി എന്താണെന്നറിയാമോ? എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് നീ ഉപജീവനം കഴിക്കുക. ഇത് സംഭവിക്കുന്നത് നല്ലൊരു പങ്കാതാ. ഞാൻ പറയുന്നതല്ല കേട്ടോ, എന്റെ നേരെ വരുന്നു. ഞാൻ ഇതൊക്കെ പറയുന്നത് കൊണ്ട് ഒരു കൂട്ടം ജഡികന്മാര് എന്റെ നേരെ വരുന്നു.
പക്ഷെ ഇത് പറയാതിരിക്കാൻ വയ്യാലോ, ഇത് വചനത്തിൽ എഴുതിയിരിക്കുന്നതല്ലേ. അവിടെ പറയുന്നൊരു കാര്യമാണ്. നീ ചെയ്ത എന്നറിയാമോ? ഈ ദൈവത്തിന്റെ പേരും പറഞ്ഞ് നീ അവിടുന്ന് പണപ്പിരിവ് നടത്തി അവരുടേതായ അധ്വാനം ഫലവും നീ അപഹരിച്ചെടുത്ത് അത് നീ ആവർത്തിച്ച് പറയും, പൈസ അയക്കേ അക്കൗണ്ട് നമ്പർ എന്നുള്ള രീതിയിൽ ഈ ജനത്തിന്റെ പാപം, ഇവരെ പാപത്തിൽ നിന്ന് പിന്തിരിക്കാനാണ് നിന്നെ വെച്ചത്. പക്ഷെ നീ എന്താ ചെയ്യണേ? എന്റെ പുത്രിയുടെ അസുഖത്തിന് ലഘുവായി ചികിത്സ, ലഘുവായി അവരുടെ മുമ്പിലേക്ക് ഇടുക്കുവഴി ഒന്നും പറയില്ല. കർത്താവ് പറയുന്നത് ഇടുക്കുവഴിയിലൂടെ കടപ്പാൻ പോരാടുകയും മിണ്ടൂല. എന്താ വഴി ഒന്നും മാത്രമേ പറയുള്ളൂ, ആരാധിപ്പിക്കും, ഉറക്കെ ആരാധിക്കും. ആരാധിക്കുന്നതിലൊന്നും ദൈവവും വിരോധമല്ല, ഞാനും വിരോധമല്ല. പക്ഷേ ആ ഒരു ചികിത്സ കൊണ്ട് ജനം നശിച്ചു പോയി. യേശുവിനെ കർത്താവെ എന്ന് മാത്രം വിളിപ്പിക്കുള്ളൂ, അതിനപ്പുറത്തേക്കില്ല. യേശു ചോദിക്കുന്നു ന്യായവിധി ദിവസം, എന്നെ കർത്താവെ എന്ന് പറയുകയും എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ. എന്നെ കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇന്നത്തെ സഭ നല്ലൊരു പങ്കം, നല്ലവരൊക്കെ ധാരാളം പേരുണ്ട്, എന്നാൽ ഭൂരിപക്ഷവും ഇങ്ങനെ ഒരപ്പച്ചൻ അവിടെ വാങ്ങിയിരിക്കുക, എടാ മോനെ എന്താ പേപ്പറൊക്കെ എടുത്തോണ്ട് വന്നേടാ, എന്റെ അപ്പച്ചൻ നല്ലവൻ, എന്റെ അപ്പച്ചൻ വലിയവൻ, എടാ മോനെ ആ പേപ്പർ എടുത്തോണ്ട് വന്നേടാ, എന്റെ അപ്പച്ചൻ നല്ലവേ, എന്റെ അപ്പച്ചൻ വലിയവേ, എടാ മോനെ ആ പേപ്പർ എടുത്തോണ്ട് വന്നിട്ട് കൈ താടാ, എന്റെ അപ്പച്ചൻ വലിയവൻ. ഇത് കണ്ടോണ്ട് നിൽക്കുന്ന വേറൊരാളോന്ന് പറയാ, നിർത്തണം. പോയി ആദ്യം നിന്റെ അപ്പന പേപ്പർ, ന്യൂസ് പേപ്പർ വാദിക്കൊന്ന് നടക്കുന്നുണ്ട്, ആദ്യം നിന്റെ അപ്പന് പേപ്പർ എടുത്തു. നീ നിന്റെ അപ്പനെ സ്നേഹിക്കുന്നെങ്കിൽ ആദ്യം നിന്റെ അപ്പനെ അനുസരിക്കും. ഇതെന്നെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ കർത്താവെ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? എന്നിട്ട് എന്നോട് വലിയ സ്നേഹമാണ്. കുഞ്ഞെ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് ഘോഷിപ്പാൻ, നീ പറയോ? ഇല്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മുമ്പേ അന്യവസ്ത്രാദി നന്മകളല്ല, മുമ്പേ നീ ദൈവരാജ്യം അന്വേഷിക്കാൻ, നീ അന്വേഷിക്കോ? ഇല്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ രാജ്യം വരണമേന്ന് നീ പ്രാർത്ഥിക്കോ? ഇല്ല. ആരെങ്കിലും ദൈവരാജ്യം പ്രസംഗിച്ചാൽ നീ എന്നാ പറയും? ദൈവരാജ്യം ഓൾറെഡി വന്നു കഴിഞ്ഞു, ക്രിസ്തു വന്നപ്പോഴേ ദൈവരാജ്യം ഞങ്ങളുടെ ഇടയിലുണ്ട്, സ്പഷ്ടം, കഴിഞ്ഞു, ഇനി അതിനെ കുറിച്ച് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ ക്രിസ്തു ആരാ? മണ്ടൻ. ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഒരുത്തം വന്നു. അവൻ പറഞ്ഞത്, ഞാൻ നിന്റെ അപ്പനെ, ഭൂമിയിലെ അപ്പനെ കുഴിച്ചിട്ടിട്ട് വന്നിട്ട് നിന്റെ പുറകെ വരാം. അപ്പൊ കർത്താവ് എന്നെ പറഞ്ഞതറിയാമോ? തങ്ങളുടെ മരിച്ചവർ കുഴിച്ചിട്ട് വന്നു, നീ പോയി ദൈവരാജ്യം അറിയിക്കുക. ദൈവരാജ്യം നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞെങ്കിൽ പിന്നെ എങ്ങനെ ദൈവരാജ്യം അറിയിക്കണേ? നീ പോയി ദൈവരാജ്യം അറിയിക്കാൻ. മനസ്സിലായോ? ആദ്യം അപ്പനെ അനുസരിക്കാൻ. ചുമ്മാ അപ്പന്റെ പേരില് മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് പുലിവനം കഴിക്കാം. ഓ ഫാദർ, വി താങ്ക് യു. സുവിശേഷം. ഹല്ലേലൂയ. അതിന്റെ 9-ാം അധ്യായം 59-60 വാക്യം വായിച്ചു. വേറൊരുത്തരോട്
വേറൊരുത്തനോട് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ, ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരയണം എന്ന് പറഞ്ഞു. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക. യേശു വന്നപ്പോ ദൈവരാജ്യം വന്നു, ഇനി ദൈവരാജ്യം അറിയിക്കണ്ട. അപ്പൊ യേശു ആരാ? ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനിയാ പറഞ്ഞത്, ദൈവത്തിന്റെ പുത്രൻ പറഞ്ഞു തരിക, പോയി ദൈവരാജ്യം അറിയിക്കുക. എടാ മോനെ, പേപ്പർ എടുക്കണം. ആ പേപ്പർ എടുത്തിട്ട് വന്നേടാ. എന്റെ വലിയവൻ എന്റെ പെണ്ണല്ല അവൻ. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയല്ല. ആദ്യം അവനെ അനുസരിക്കും. അനുസരണമാണ് യാഗത്തെക്കാൾ ശ്രേഷ്ഠമുള്ള യുദ്ധം. ആ ചെയ്യുന്നത് തന്നെ ഒരു അനുസരണമല്ലേ, ഒരു ആരാധന. കർത്താവ് ഇത് മാത്രമേ പറയാനുള്ളൂ. അതിന്റെ തൊട്ടടുത്ത വേറൊരാള് അടുത്തതിനെ കുറിച്ച് പറയാണ്. അവരോടും കർത്താവ് പറഞ്ഞ ദൈവരാജ്യത്തെ കുറിച്ചാ. കലപ്പയ്ക്ക് അയോചേട്ടൻ നീ പുറകിൽ തിരിഞ്ഞു നോക്കിയാറുണ്ടല്ലോ, ദൈവരാജ്യത്തിന് കൊള്ളാവുന്നതല്ലെന്ന് പറഞ്ഞ് വേറെ ചാടിക്കേറി അങ്ങോട്ടേക്ക്. 61-62 വായിച്ച്. മറ്റൊരുത്തൻ, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരയണം എന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനാണ്. കർത്താവ് വായെടുത്ത ദൈവരാജ്യം പറയൂ. അവൻ പറഞ്ഞൊരു കാര്യമാണ്, കർത്താവേ, എനിക്ക് നിന്റെ സ്നേഹം എന്നൊക്കെ അറിയാമല്ലോ. അതിന്റെ അർത്ഥം ഞാൻ നിന്നെ അനുഗമിക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്റെ വീട്ടിലുള്ളവർ സമ്മതിക്കുന്നില്ല. ആദ്യം അവരോടൊക്കെ അനുവാദം ചോദിച്ച് അവര് ഓക്കെ എന്ന് പറഞ്ഞാൽ, അവർ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും. എന്റെ കുഞ്ഞെ നടക്കണ കാര്യമല്ലോ. ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും പോകത്തില്ല. ഒരു കിടക്കയെന്ന് 2 തുറന്ന് പോകുന്ന കർത്താവ് 2 പോയാൽ നല്ലത്. രണ്ടുപേര് ഒരു ഉരുളില് ഇടിച്ചുകൊണ്ടിരിക്കുക, അതിൽ ഒന്ന് പോകുന്ന കർത്താവാണ്. 2 പേരൊരു വയലിൽ നിൽക്കും, അതിലൊന്നും. അതിന്റെ അർത്ഥം ഒന്നേ പോകുന്നതല്ല, 2 വേണമെങ്കിൽ പോകാം. 2 പേരും അതേ വിശ്വാസത്തിലായിരുന്നു. ഏത് വിശ്വാസം? കർത്താവ് പറഞ്ഞ വിശ്വാസം. ഇത് ലോകം കാണിക്കുന്ന വിശ്വാസമല്ല. കർത്താവ് കർത്താവ് എന്ന് വിളിക്കും, അവസാനം കർത്താവ് ഞാൻ ഒരു കാലത്ത് നിങ്ങളായിരിക്കാം. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം, ആദ്യം എന്റെ വീട്ടുകാരോട് യാത്ര പറഞ്ഞു. ആദ്യം വീട്ടുകാരെ സമ്മതിച്ചാൽ ഞാൻ നിന്നെ പറയുവാനാ. കർത്താവ് പറഞ്ഞു, ഇങ്ങനെയുള്ളതൊന്നും ദൈവരാജ്യം കൊള്ളാം. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിൻപിലേക്ക് നോക്കുന്നവൻ പല പല ഡിനോമിനേഷൻസ് മതങ്ങൾക്കൊക്കെ കൊള്ളാം, പക്ഷെ ദൈവരാജ്യത്തിന് അവന് കൊള്ളത്തില്ല. ഇത് നമ്മുടെ ഭാവിയുടെ കാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. അപ്പൊ എപ്പോഴും ആ ഹോശേയ 4:6 നമ്മൾ വായിച്ചില്ലേ, അതിന്റെ തൊട്ട് താഴെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സത്യമായിട്ട് വിളിച്ചു പറയണം. ജനത്തിന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കാനൊന്നും നോക്കരുത്. നമ്മൾ ജനത്തിന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിച്ച് വലിയ ശിക്ഷയിലേക്ക് നമ്മൾ കടന്നു വരാനായിട്ട് ഇടയാകരുത്. അതിന്റെ 8-ാം വാക്യം വായിച്ച്. ഹോശേയ 4:8. അവർ എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു, അവരുടെ അകൃത്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. അവർ, അതായത് പുരോഹിതന്മാർ, എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു. അവരെ നേർവഴിക്ക് നടത്തേണ്ട ജനം, അവരെ നേർവഴിക്ക് നടത്തേണ്ട ദൈവദാസന്മാർ, അതിനു പകരം ദൈവത്തിന്റെ പേരും പറഞ്ഞ് സ്തുതിച്ചോ, ആരാധിച്ചോ, നന്ദി പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചോ, ചേട്ടത്തി ഇങ്ങനെയൊന്നും പോരാട്ടോ, മുറുകെ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോന്നാണ് എന്നൊക്കെ പറഞ്ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ്. ആ ശുദ്ധീകരണം നടക്കുന്നത് പഴയവനെ നാം ഉപേക്ഷിച്ച് പുതിയവനിലേക്ക് കയറുമ്പോഴാണ്. ഇത് നാം മനസ്സിലാക്കി. ദാസിയെയും മകനെയും പുറത്താക്കി കളയും. പഴയവനെ നാം പുറത്താക്കത്തില്ല എങ്കിൽ പഴയവൻ നമ്മളെ പുറത്താക്കും. പഴയവനെ നാം പുറത്താക്കുന്നില്ല എങ്കിൽ പഴയ നമ്മളെ പുറത്താക്കും. അതൊരു പോക്കായിരിക്കും. പുറത്തായി. അതൊരു പോക്കാ. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ, ആ അബ്ദം നിങ്ങൾക്ക് ആർക്കും വരണം, നമുക്ക് ആർക്കും വരണം. ദൈവരാജ്യത്തിൽ പുറകിലേക്കില്ല, മുമ്പിലേക്ക്. കഴിഞ്ഞ വെള്ളിയാഴ്ച സന്ദേശങ്ങൾ കേട്ടല്ലോ. ആദ്യ കുടുംബം വീഴാൻ കാരണം പുറകിലേക്ക് പോയിരുന്നു. തലയെ അനുസരിച്ച് ജീവിക്കേണ്ട ആദം
തന്റെ ഉടലിനെ അനുസരിച്ച് ജീവിക്കാം. സ്ത്രീയുടെ തല പുരുഷന്റെ തല ദൈവം. അവിടെ സംബന്ധിച്ച് ആദം മാത്രമേ ഉള്ളൂ. ആദത്തിന്റെ തല ആദം ദൈവത്തെ അനുസരിച്ച് ജീവിക്കണം. പക്ഷെ ആദം തന്റെ ശരീരമായ സ്ത്രീയെ അനുസരിച്ച് തല തിരിഞ്ഞു. ഇവിടെ നമ്മൾ വായിച്ചപ്പോ കേട്ടു, ആദ്യം ഞാൻ പോയ എന്റെ വീട്ടുകാരോട് സമ്മതം ചോദിക്കും. പറഞ്ഞു നോവേ, കലപ്പയ്ക്കായി വരും പുറകിലേക്ക്. അത് പുറകിലേക്കാണ് നോട്ടം. പുറകിലേക്ക് നോക്കുന്നത് ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. ദൈവം ആദ്യത്തോട് വ്യക്തമായിട്ട് പറഞ്ഞു, നീ എന്റെ വാക്കിലുപരി സ്ത്രീയുടെ വാക്ക് കേൾക്കേണ്ടതൊന്നുമല്ല. സ്ത്രീ ബുദ്ധിയോടെ ജ്ഞാനത്തോടെ പറഞ്ഞത് കേൾക്കണം. സാറയുടെ വാക്ക് കേൾക്കാൻ ദൈവം തന്നെയാണ് അബ്രാഹത്തോട് പറയുന്നത്. അതുകൊണ്ടാണ് സാറയെ കുറിച്ച് പലപ്പോഴും ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ സഹോദരിമാരോട് നിങ്ങൾ അവളുടെ മക്കൾ എന്ന് അറിയപ്പെടും. സാറ ചെയ്തതുപോലെ ചെയ്യാനാവും. അപ്പോ ഇവിടെ ദൈവം പറഞ്ഞൊരു കാര്യം, എന്റെ വാക്കിനുപരി നിന്റെ ഭാര്യ, ഞാൻ തന്ന ആ ഭാര്യയുടെ വാക്കേട്ട് അനുസരിച്ച് നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. ശ്രദ്ധിച്ചേ, തുടർന്ന് പുറത്താക്കി. അപ്പൊ ഓൾറെഡി ദൈവസ്ഥാനത്ത് പുറത്തുപോയി. ഇനി പുറത്തു പോയവനെ വീണ്ടും പുറത്താക്കുന്നുണ്ട്. അടുത്തത് ഉപേക്ഷിച്ചില്ല എങ്കിൽ, ഉപേക്ഷിക്കേണ്ടതിനെ കീഴ്പ്പെടുത്തി കളയുന്നില്ല എങ്കിൽ വീണ്ടും പുറത്തു. മനുഷ്യന്റെ ഡിമോഷനാണ്. ശ്രേഷ്ഠമേറിയ സന്ദേശം കിട്ടുന്ന സ്ഥലമായിരുന്നു ഏത്? ദൈവത്തിന്റെ സന്ദേശം. അവിടുത്തെ എന്തു പറ്റി? പുറത്തു. കാരണം റിവേഴ്സ് ഡയറക്ഷനിൽ പിടിച്ചതാ, പുറത്തുപോയി. ഇനി അവർക്ക് അവിടെ ഇപ്പോ ദൈവസ്ഥാനത്ത് പുറത്തുപോയ കയ്യനും ഹാബേലും 2 കുഞ്ഞുങ്ങൾ. ഇനി അവിടെ നിന്നും പുറത്തു പോകണം കേട്ടോ. അവിടെ നിന്നും പുറത്തു പോവാ. അടുത്ത പോകാൻ പോകും. അതായത് അന്ന് മുതൽ ഈ പഴയ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. പഴയ മനുഷ്യനുണ്ട്. അവരെ കീഴ്പ്പെടുത്തണം. ഇവർ രണ്ടുപേരും ഹാബേലും കയ്യനും യാഗം കഴിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, കയ്യിന്റെ പ്രസാദിച്ചതുമില്ല. അപ്പോ ഉടനെ തന്റെ ഹൃദയത്തിൽ കോപം നിറഞ്ഞു. തന്റെ അനിയനോടുള്ള കയ്പായി. ഇത് ഭയങ്കര സംഭവം. ഈ കയ്പ് എന്ന് പറഞ്ഞ സാധനം ഇത് അകത്ത് കയറിയാൽ പിന്നെ എങ്ങനെയെങ്കിലും ആ വ്യക്തി ആരോടാണ് കയ്പ് തോന്നുന്നത് അയാൾ ഉപദ്രവിച്ചിട്ടേ അയാളെ കൊന്നിട്ടേ ആണ്. ഇന്നലേക്ക് വാഗൊണ്ട് കൊല്ലും. ശരീരം കൊണ്ട് കൊല്ലാൻ പറ്റിയ അങ്ങനെ നിയമത്തെ പേടിച്ച് ശരീരം കൊണ്ട് കൊല്ലാതെ വാഗൊണ്ട്. അതുകൊണ്ട് നാം വാഗൊണ്ട് പറയുന്ന ഓരോ വാക്കിന് ന്യായവിസ്താര ദിവസം കണക്ക് കൊടുക്കും. ആ സമയത്ത് ദൈവം കയ്യിനോട് ഇടപെട്ട ഒരു കാര്യമുണ്ട്. നിന്റെ മുഖം വാടുന്നതിന് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് പ്രസാദമാകിയിട്ടില്ല. പാപം നിന്റെ വാതിക്കൽ കിടക്കും. മറ്റൊരിതിൽ പറഞ്ഞാൽ പഴയ മനുഷ്യൻ നിന്റെ ദേഹിയുടെ വാതിക്കൽ കിടക്കും. അവന്റെ ആഗ്രഹം നിന്നെ കൊണ്ട് പോകാൻ. നീ അവനെ കീഴടക്കില്ലെങ്കിലോ അവൻ നിന്നെ കൊണ്ട് പോകും. ദൈവം പറഞ്ഞതുപോലെ തന്നെ കയ്യിൽ അവനെ കീഴടക്കുന്നതിന് പകരം അവൻ കയ്യിനെ കീഴടക്കി. കയ്യിൽ വീണ്ടും പുറത്തു. ആ സ്ഥലത്തൊന്നും പോയി
ഹല്ലേലൂയ. ആ സ്ഥലത്തൊന്നും പോയി കൈ ദൈവത്തിൽ നിന്ന് അകലെ അകലെ. പിന്നെ കൈ പോയത് ശാപഗ്രസ്തനായ. എന്നെ ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കാൻ തുടങ്ങിയത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ വചനം കേൾക്കാൻ എനിക്ക് വലിയൊരു കൊതി ദൈവം. എത്ര ദൂരെ വചനം പ്രസംഗിച്ചാലും ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പ്രധാന വചനം സംസാരിക്കുന്ന സ്ഥലം ഞങ്ങളുടെ അടുക്കൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 200 കിലോമീറ്റർ ആകലെ ദുബായ് എന്ന് പറയുന്ന സ്ഥിതി. അപ്പൊ ഞാൻ സ്ഥിരം നിരന്തരം ഓടും കേൾക്കാനായിട്ട്. വൈകിട്ട് ജോലിയും കഴിഞ്ഞ് 8 മണിയാകും തുടങ്ങുമ്പോ 8:30 9 മണിയുടെ മെസ്സേജ് കൊടുക്കും. അതിന് മുമ്പ് ഉടച്ച് ഒരിക്കലും അബുദാബി വരെ പോയി. അത് ഏതാണ്ട് 550 കിലോമീറ്റർ ഒറ്റയ്ക്ക് ഓടും. ഒരു ദിവസം 40 മിനിറ്റ് മെസ്സേജ് കേൾക്കാനും അത് കേട്ട് തിരിച്ചു വരുമ്പോ ഞാൻ കരഞ്ഞു. കർത്താവെ ഒന്നും കിട്ടിയില്ല. എത്രയോ ഓട്ടോ ഓടിയിട്ട് ഒന്നും കിട്ടാതെ തിരിച്ചു. തുടർന്നാണ് ദൈവം എനിക്ക് സ്വപ്നം കാണിച്ചത്. ആ സ്വപ്നത്തില് എന്റെ കയ്യിൽ നിന്ന് ഒരു തടിച്ച്, ഞാൻ ഏതൊരു കോളേജിൽ പഠിക്കുക, അത് തടിച്ച POC ബൈക്ക്, POC അല്ല, ഡാനിയൽ റെഫറൻസ് ബൈക്ക്, അത് എന്റെ കയ്യിൽ നിന്ന് താഴെ. തുടർന്ന് ഏതോ ഒരു വ്യക്തി വന്നിരിക്കുന്നത് സ്റ്റുഡന്റ് അതൊന്നും എനിക്ക് എടുത്തു തരും. ഞാൻ എഴുന്നേറ്റ് ഞാൻ ദൈവത്തോട് ചോദിച്ചത് എന്തുവാ. കാരണം ആ സമയങ്ങളിലൊന്നും എനിക്ക് ആര് പ്രസംഗിച്ചാലും അതിൽ നിന്നൊന്നും കിട്ടാനില്ല. കിട്ടിയത് മുഴുവൻ പഴയത് തന്നെ, പഴയത് ചൂടാക്കി തരുന്ന രംഗമായി. ഇവിടുന്നാണ് കർത്താവ് എന്നോട് പറഞ്ഞത്, നിന്നെ ഞാൻ എന്റെ കോളേജിൽ പഠിപ്പിക്കാം. എനിക്ക് അവിടെ കിട്ടിയത് പ്രമോഷൻ. അല്പത്തിൽ വിശ്വസ്തനായ ദൈവം, ഞാൻ എന്നെ ഉയർത്തി പറയുകയല്ല, ദൈവമാക്കി മാറ്റുന്നത്. ദൈവ കർത്താവിനെ പറയുന്നു അധികത്തിൽ വിചാരം. പക്ഷെ നാം അനുസരണക്കേട് കാണിച്ചു താഴെ. ആദം അനുസരണക്കേട് കാണിച്ചു, പുറത്താക്കപ്പെട്ടു. അവിടെ വെച്ച് അവർക്കുണ്ടായ കയ്യിൽ അനുസരണക്കേട് കാണിച്ചു, അവൻ അവിടെ നിന്ന് പുറത്താക്കും. നമ്മളോട് കൂടെയുള്ള പഴയ മനുഷ്യനെ പുറത്താക്കുക, അല്ലെങ്കിൽ അവൻ നമ്മളെ പുറത്താക്കും. ഉൽപ്പത്തി പുസ്തകം 4 യാഗം കഴിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിലേക്ക് അതിന്റെ 4 മുതൽ വായിച്ചു. 4:4 കുറെ കാലം കഴിഞ്ഞിട്ട് കായീൻ നിലത്തെ അനുഭവത്തിൽ നിന്നും യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻ കൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേജസിൽ നിന്ന് തന്നെ ഒരു വഴിപാടും കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കായീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കായീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. എന്നാൽ യഹോവ കായീനോട്, നീ കോപിക്കുന്നത് എന്ത്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാവുകയില്ലയോ? നീ തിന്മ ചെയ്യുന്നുവെങ്കിലോ പാവം വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാവുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. ശ്രദ്ധിച്ചേ, അവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ. അപ്പോ ദൈവപ്രസാദത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കുക, ദൈവപ്രസാദം ഉണ്ടാകണമെങ്കിൽ ചെയ്യുന്നത് നന്മ ചെയ്യുക. നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകില്ലയോ. അല്ലാണ്ട് യാഗം കൊണ്ടൊന്നും ദൈവപ്രസാദം ഉണ്ടാകത്തില്ല. മനസ്സിലായോ? ഇവിടെ യാഗം കഴിച്ചിട്ട് ദൈവപ്രസാദം ഇല്ലാത്തവനായി. ദൈവം പറയാണ്, നിനക്ക് എന്റെ ഫേവർ വേണോ? നീ നന്മ ചെയ്യ, നീ നന്മ ചെയ്യുക. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകില്ലയോ. ആരോടാ പറയുന്നത്? യാഗം കഴിഞ്ഞവനോ ആരാധന കഴിഞ്ഞവനോടായി പറയുന്നത്. കാരണം അനുസരണമില്ലാത്ത ആരാധന ദൈവത്തിന് ഇഷ്ടം. ഇതുകൊണ്ട് ദൈവത്തിന് വചനം പറയുന്നത് യാഗത്തെക്കാൾ അനുസരണമാണ്. യാഗം വേണ്ടെന്നല്ല, അനുസരിക്കാത്തവരെ യാഗം ദൈവം. ഇവിടെ പറയണം, നീ നന്മ ചെയ്യുന്നതിന് പ്രസാദം ഉണ്ടാകുകയില്ലയോ.
നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. ഏത് വാതിൽക്കല്? നമ്മുടെ വീടിന്റെ മുറ്റത്തൊരു സിംഹം കിടക്കുന്ന പോലെയല്ല, നമ്മുടെ സോളിന്റെ, നമ്മുടെ ഉള്ളിൽ തന്നെയാണിത്. നമ്മുടെ ദേഹിയുടെ മുറ്റത്ത് കിടക്കുന്ന പാപമാണ് പഴയ മനുഷ്യൻ. ചതി മോഹ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. അവനെ നാം കീഴടക്കണം, അവനെ പുറത്താക്കി കളയണം, അവനെ വെച്ചോണ്ടിരിക്കരുത്. ഇവിടെ പറയണം നീ അവനെ കീഴടക്കണം. പക്ഷെ പുതിയ മുതലേക്ക് വരുമ്പോ പുറത്താക്കാനും പുറത്തായിക്കോളെ. കാരണം പുതിയ വന്നു കഴിഞ്ഞു. ഒരു ക്രിസ്തുവിനെ അവൻ പുതിയ സൃഷ്ടിയാണ്. ഇവിടെ പറയുന്ന കാര്യം, ആ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. അപ്പൊ ഒരു കാര്യമുണ്ട്, നന്മ ചെയ്യുന്നത് ഇവന്റെ ലോക്കപ്പിൽ ഇടുന്നതിന്. നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. അപ്പൊ നന്മ ചെയ്താലോ അവൻ ലോക്കപ്പിലായി. ആര്? നിന്നെ കീഴടക്കാൻ ആഗ്രഹിക്കുന്നത്. കിട്ടിയത് ജഡത്തെ കീഴടക്കാൻ നീ ശ്രമിക്കുന്നു, ഓക്കെ. പക്ഷെ അതിനേക്കാൾ എളുപ്പൊരു മാർഗമുണ്ട്. ആത്മാവിനനുസരിച്ച് നടക്കുന്നവൻ ജഡത്തിന്റെ പ്രവൃത്തിയെ നിർവർത്തിക്കില്ല. സുഖം. ആത്മാവിനനുസരിച്ച് നടന്നാൽ മതി. എല്ലാത്തിലും അതിന് 5-2 നോക്കി. അപ്പൊ ആത്മാവിനനുസരിച്ച് നടന്നാൽ പിന്നെ ജഡത്തിന്റെ പ്രവൃത്തിയെ കീഴടക്കാൻ വേണ്ടി നമ്മൾ കുസ്തി പിടിക്കണ്ട. ഓട്ടോമാറ്റിക് ജഡത്തിന്റെ പ്രവൃത്തിയെ നിവർത്തിക്കുന്നു. മനസ്സിലായില്ല? ഒരു ശത്രു, ഒരാള് നിങ്ങളെ ഉപദ്രവിച്ചു, വല്ലാതെ ഉപദ്രവിച്ചു, നിങ്ങളുടെ ഹൃദയം നീറുകയാണ്. ആ മനുഷ്യനോട് ക്ഷമിക്കേ. നിങ്ങൾ എന്തായി പറയണേ? ആ മനുഷ്യനോട് ഞാൻ ക്ഷമിക്കാനാ? എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്ത ആ മനുഷ്യനോട് നിങ്ങൾ അയാളെ സ്നേഹിക്കുക. അയാളെയാ എന്നൊക്കെ പറഞ്ഞ്, അതായത് എത്രമാത്രം ക്ഷമിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ലെന്നേ. ഞാൻ ക്ഷമിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ ആ വ്യക്തിയെ ക്ഷമിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ലല്ലോ. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാൻ, ആ വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആ വ്യക്തി ദൈവരാജ്യ അവകാശമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ, ആ വ്യക്തിയുടെ സ്വഭാവം ഒക്കെ ക്രിസ്ത്യാനികമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾ ആ വ്യക്തിയുടെ ആ വിഷയം വേണ്ടി പ്രാർത്ഥിച്ചത് ആ വ്യക്തിയോടുള്ള ദൈവകൽപ്പനയല്ലേ? സ്നേഹം കൊണ്ട്. സ്നേഹം അതിലൂടെ പ്രവർത്തിക്കാം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് അദ്ദേഹത്തോടുള്ള ആ വൈരാഗ്യം കുറഞ്ഞു. ക്ഷമിക്കാതിരിക്കാൻ വേണ്ടി പാടുപെടുകയല്ല ഇപ്പൊ, പകരം ആ വ്യക്തി അങ്ങ് സ്നേഹിക്കുക. ഇതോടെ കർത്താവ് പറയുന്നത് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മാവിനനുസരിച്ച് നടന്നാൽ ജഡത്തിന്റെ പ്രവൃത്തിയിലേക്ക് പ്രവർത്തിക്കുന്നത്. ഇവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാങ്ങി കിടക്കുന്നു. അപ്പൊ നന്മ ചെയ്യുന്നെങ്കിലോ പാപത്തെ ലോക്കി. നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. നീ അതിനെ കീഴടക്കണം. പക്ഷേ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാ. അത് നിന്നെ കീഴടക്കാൻ ആഗ്രഹിക്കുന്ന വേണം. നിന്നെ കീഴടക്കാൻ ആഗ്രഹിക്കണം. പക്ഷെ ഇവിടെ സംഭവിച്ചത് 8-ാം വാക്യം മുതൽ വായിക്കുമ്പോ അകത്ത് കിടന്ന പക, കോപം, കയ്പ് എന്റെ സഹോദരനെ കൊല്ലുവാൻ തക്കോണം തന്ത്രം ഉപയോഗിച്ച് കൊന്നുകളഞ്ഞു. നമുക്ക് വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞ് വയലിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി കൊന്നുകളഞ്ഞു. അത് പക അകത്തുണ്ടെങ്കിൽ ഇങ്ങനെ പലതും സംഭവിക്കും. ഇനി അവൻ എഴുതിയിരിക്കുന്നു, എന്നാറെ കയ്യിൽ തന്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും തോന്നുന്നു നമുക്ക് ആ പറമ്പൊക്കെ ഒന്ന് കണ്ടിട്ട് വരാന്നേ, ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോണേ. എന്നിട്ട് അവർ വയലിരിക്കുമ്പോൾ കയ്യിൽ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്തു അവനെ കൊന്നു. ശ്രദ്ധിച്ചേ. അപ്പൊ അകത്ത് പക ഉണ്ടെങ്കിൽ അവസാനം അത് ഇങ്ങനെ ചിലതിൽ അവസാനിക്കും. താഴെ പിന്നെ യഹോവ കയ്യിനോട്
നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചു. സ്വർഗം എല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. ഞാൻ അറിയുന്നില്ല ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ എന്നോ. അതിന് അവൻ അരുളി ചെയ്തു, അതായത് ദൈവം അരുളി ചെയ്തു, നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കും. ഭൂമിയിൽ നിന്ന് രക്തത്തിന്റെ ശബ്ദം നിലവിളിക്കുകയാണ്. കാരണം ശരീരം അല്ലേ മരിച്ചിട്ടുള്ളൂ, ദേഹി മരിച്ചിട്ടില്ലല്ലോ. ശ്രദ്ധിച്ചേ, ഇപ്പോൾ നിന്റെ ശ്രദ്ധിച്ചോട്ടോ, അടുത്ത പുറത്താക്കാൻ പോവാ. നേരത്തെ ഏതെങ്കിലും പുറത്തു പോയതാ, അടുത്തതും പുറത്തു പോകാൻ പോവാ. അതായത് നമ്മളിലുള്ള ആ പഴയ മനുഷ്യനെ കീഴ്പ്പെടുത്തിയില്ല എങ്കിൽ, അവനെ പുറത്താക്കുന്നില്ല എങ്കിൽ അത് നമ്മളെ പുറത്താക്കും. ശ്രദ്ധയോട് കേട്ടോ. ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കൈകളിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായി തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. ദൈവകൽപ്പന. അവനെ പുറത്താക്കി, ആ ദേശത്തും പുറത്താക്കി. ഈ ദേശം വിട്ട് നീ ശാപഗ്രസ്തനായി നീ പൊക്കോണം. നേരത്തെ ഏതിനെന്ന് അവന്റെ അപ്പനെയും അമ്മയും പുറത്താക്കി ഈ ഭൂമിയിൽ കൃഷി ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ ദൈവം അവനെ അവിടെ നിന്ന് പുറത്താക്കി. ശ്രദ്ധിച്ചാട്ട് സഹോദരങ്ങളെ, നമ്മളിലെ പഴയ മനുഷ്യൻ നാം പുറത്താക്കുന്നില്ല എങ്കിൽ അവൻ നമ്മളെ പുറത്താക്കും. കാരണം അവന്റെ ഉള്ളിലെ ഈ സ്വഭാവം നമ്മളിലൂടെ വെളിപ്പെടും, അത് നമ്മളെ പുറത്താക്കും. ശ്രദ്ധിച്ചാട്ടെ, ഈ കുടുംബത്തിന് ശ്രദ്ധിച്ച്, ഈ കുടുംബത്തിന് ഡിമോഷൻ താഴേക്ക് പോവാണ്. ഏതിൽ നിന്ന് ദൈവ സാന്നിധ്യത്തിന് പുറത്തു പോയി പാപം റിവേഴ്സ് ഡയറക്ഷനിൽ കൊടുത്തതാണ്. പാപം വന്നു പുറത്തു പോയി. വീണ്ടും ദൈവം അതിനു പറഞ്ഞു കൊടുത്തു, പാപം നിന്റെ വാതിൽക്ക് കിടന്നു, നീ അതിനെ കീഴടക്കണം. അതിന്റെ ആഗ്രഹം നിന്നെ കീഴടക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ആഗ്രഹം, പാപത്തിന്റെ ആഗ്രഹം അവസാനിച്ചു. പാപം കയ്യിലെ കീഴടക്കി, വീണ്ടും കൈ ആ ദേശം വിട്ട് ശാപഗ്രസ്തനായി. ഇത് കർത്താവ് പറഞ്ഞതിന്റെ വിപരീത സംഭവം നടക്കലേ. നീ അല്പത്തിൽ വിശ്വസ്തനായാൽ നിന്നെ അധികത്തിൽ വിചാരകനാണ്. അവിടെ വിശ്വസ്തനായാൽ നിനക്ക് അധികത്തിലേക്ക്. ഒരു താലന്തുള്ളവന് 10 കിട്ടി. 10 ഉണ്ടായിരുന്നവൻ അതിൽ നിന്നും 11ലേക്ക് ഉയരത്തിലേക്ക് കയറുന്നു. നമ്മൾ താഴേക്ക് പോവുകയല്ല, ഉയരത്തിലേക്ക് പോകണം. ഉയരത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? പഴയ മനുഷ്യനെ പുറത്താക്കി, ദാസിയെയും പൈതലിനെയും പുറത്താക്കി. ദാസിയെയും പൈതലിനെയും നാം പുറത്താക്കുന്നുവെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ജീവിതം മനോഹരമാണ്. ഈ ദാസിയെയും പൈതലിനെയും പുറത്താക്കുന്നത് നമ്മുടെ ശുദ്ധീകരണ പ്രോസസ്സിലൂടെയാണ് ഇത് നടക്കുന്നത്. ആ ശുദ്ധീകരണ പ്രോസസ്സിലൂടെ ഈ ഒരു ക്രമീകരണം എനിക്ക് ആ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അത് കുറച്ചും കൂടി ആ കാര്യങ്ങൾ മനസ്സിലാവും. ഹല്ലേലൂയ. ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. പുറത്താക്കിയില്ല എങ്കിൽ അവൻ നിന്നെ പുറത്താക്കും. ഹല്ലേലൂയ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്ന ദൈവം നിന്നെ അധികത്തിന് വിചാരം. ദാസിയെയും മകനെയും പുറത്താകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ പുതിയ സൃഷ്ടിയെ ധരിക്കുവാനായിട്ട് ഇവിടെ 2 മക്കളാണ്. ആ ഗലാത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 2 മക്കളെ കാണാം. അബ്രഹാമിന് 2 മക്കൾ. ഈ 2 മക്കളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ 2 പേരെ ഇഷ്ടം. കൂടുതൽ ഇഷ്ടം ആദ്യം ജനിച്ചവനോടായിരിക്കും. നിങ്ങൾക്കറിയാലോ, ദൈവജനം പറയുന്നു ആദ്യം വന്നത് പ്രാകൃതം, പിന്നത്തേതിലോ ആത്മീകം. ആദ്യം വരുന്ന പ്രാകൃതം, പിന്നത്തേതിലാണ് ആത്മീകം വരുന്നത്. ഒന്നാം മനുഷ്യനായ ആദം ഭൂമിയിൽ നിന്നും മണ്ണോട്, ഒടുക്കത്തെ ആദം സ്വർഗത്തിൽ നിന്നും ഉയരത്തിൽ നിന്നും ദൈവപുത്രൻ. ആദ്യം വന്നത് കയ്യിൽ.
പിന്നത്തേതിലോ ആത്മീയ പരിധാവൻ. ആദ്യം വന്നത് യേശാവ്, പിന്നത്തേതിലോ യാക്കോബ്. അപ്പോ രണ്ടു കുട്ടികൾ നമുക്കുണ്ട്. ഒന്ന് ജഡത്താൽ ജനിച്ചത്, ആദത്തിൽ നിന്ന് വന്നത്. പിന്നെ ഒന്ന് ആത്മാവിൽ ജനിച്ചത്, ക്രിസ്തുവിൽ നിന്ന് വന്നു. പഴയ സൃഷ്ടിയും പുതിയ സൃഷ്ടിയും, പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും. വീണ്ടും വീണ്ടും കേൾക്കണേ, പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും. ഈ പഴയവനെ ഉപേക്ഷിക്കാനാണ്. പക്ഷെ പറയുമ്പോ ഭയങ്കര വിഷമോ. ഇതിനെ കർത്താവ് പറയുന്നത്, എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ നീ തന്നെത്താൻ ത്യജിക്കണം, പഴയവനെ ഉപേക്ഷിക്കണം. പക്ഷെ അത് പറ്റത്തില്ല. പഴയവൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. പഴയവനാണ് പാപത്തിന്റെ ആ ഒരു സോഴ്സ് പോലെ അവിടെ കിടക്കുന്നത്. വർഷമായി പോകുന്ന പഴയ മനുഷ്യൻ അവിടെ എഴുതിയിരിക്കുകയാണ്. ഇത് കേട്ടപ്പോ അബ്രഹാത്തിന് വലിയ വിഷമമായി. സാറ പറഞ്ഞു, ഇവൻ ഒരു പരിഹാസിയാണ്ട. ആര്? ഈ പഴയ മനുഷ്യനെ അല്ല, ഇസ്മായിലെ അവനൊരു പരിഹാസിയാണ്. അവന് ആ പഴയ മനുഷ്യനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവൾ മനസ്സിലാക്കിക്കോ, നമ്മൾ മറ്റുള്ളവരെ കളിയാണ്. നിനക്ക് പറ്റുന്നില്ല. ഞങ്ങളുടെ കഴിവുണ്ട് അവര്. നമ്മൾ പഴയ മനുഷ്യനെ ഓപ്പറേറ്റ് ചെയ്യുക. പഴയ മനുഷ്യൻ പരിഹാസിയെന്നാണ് സാറ പറഞ്ഞത്. അതായത് ഇസ്മായിൽ അവൻ പരിഹാസിയാന്ന് സാറ കണ്ടു. സാറ അബ്രഹാത്തോടൊന്ന് പറഞ്ഞു, ഇത് ശരിയാകുന്നില്ല, ആ ഹാഗറിനെയും ആ മോനെയും പുറത്താക്കണം. അബ്രഹാത്തിന് ഭയങ്കര വിഷമമായി മാറി. ദൈവം പറഞ്ഞു, സാറെ അബ്രഹാത്തോട് അവള് പറഞ്ഞ പോലെ കേൾക്ക, പുറത്താക്കണം. വലിയ വിഷമമാണ്. പഴയനെ ത്യജിക്കാനായിട്ട് വലിയ വിഷമമാണ്. അല്ല, വിഷമല്ലേ? ശരി, വിഷമമാണേ. ഇതാണ് നമ്മുടെ പ്രശ്നം. പഴയനെ ത്യജിക്കാൻ വിഷമമാണ്. അവനെ പുറത്താക്കി കളഞ്ഞില്ലെങ്കിൽ അവൻ നിൽക്കും. വാഗ്ദത്ത പ്രകാരം ലഭിച്ചതാണ് നമ്മുടെ പുതിയ സൃഷ്ടി. ആ ക്രിസ്തു രക്ഷകനായി സ്വീകരിച്ചപ്പോ ആ പുതിയ സൃഷ്ടി നാം വീണ്ടും ജനിച്ചു. അത് വാഗ്ദത്തത്തിലൂടെയാ, വിശ്വാസത്തിലൂടെയാ. യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ വിശ്വസിക്കുന്ന ഏവർക്കും ദാസന്മാരാകാനല്ല, ദൈവം മക്കളാകാനുള്ള അധികാരം. പുതിയ സൃഷ്ടിയിൽ നാം ദൈവത്തിന്റെ മക്കളാ. പഴയതിലാണ് ദാസന്മാർ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, അതൊക്കെ പഴയതിൽ. ദാസതലമൊക്കെ അതിലടക്കണേ, അത് സമത്തേരി കൊണ്ട് തീരും. പക്ഷെ പുത്രനോ എന്നേക്കും പുറത്തെ മനുഷ്യരും അകത്തെ മനുഷ്യരും. എന്റെ കുഞ്ഞുങ്ങളെ, കൃപയാൽ ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചതല്ലേ? എന്തോ ഒരു വലിയ അനുഗ്രഹം അധികം. പൗലോസ് പറഞ്ഞ ഈ ജ്ഞാനവചനങ്ങൾ പലതും ഇന്നത്തെ വിശ്വാസ സമൂഹത്തോട് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കുന്നത് വളരെ വിരളമാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അതിന്റെ 1-ാം വാക്യം മുതൽ വായിച്ചു. അനന്തരം യഹോവ താൻ അരുളി ചെയ്തതുപോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവൃത്തി കൊടുത്തു. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. വാഗ്ദത്തം ചെയ്താണ്. വാഗ്ദത്തം ജഡപ്രകാരമല്ല സംഭവം, മറ്റത് ജഡപ്രകാരമാണ്. ആഗറിന്റെയും അബ്രഹാത്തിന്റെയും ജഡങ്ങൾ തമ്മിൽ പ്രവർത്തിച്ചാണ് കുഞ്ഞുണ്ടായത്. ഇതങ്ങനെയല്ല, വാഗ്ദത്ത പ്രകാരം രണ്ടുപേരുടെയും ജഡം മരിച്ചു. അബ്രഹാത്തിന്റെയും സാറയുടെയും രണ്ടുപേരുടെയും ജഡം
ഒരു മക്കൾ ഉണ്ടാകാൻ തക്കവണ്ണം പ്രാപ്തി ഇല്ലാത്ത തരത്തിൽ മരണത്തിൽ കീഴ്കിടക്കുക, ബലഹീനമായി കിടക്കുക. അവിടെ വെച്ചിട്ടാണ് ഈ വാഗ്ദത്ത പ്രകാരമുള്ള. അപ്പോ മറ്റേത് ജഡപ്രകാരം. ഇനി ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം പറയുന്നൊരു കാര്യം, അതിന്റെ 8ഉം 9ഉം വാക്യം വായിച്ചു. പൈതൽ വളർന്ന് മുലകുടി മാറി. ഇസഹാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. മിസ്രൈമ്യ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന സാറ കണ്ട് അബ്രഹാമിനോട്, ഈ ദാസിയെ മകനെയും പുറത്താക്കി കളയുക, ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനോടുകൂടെ അവകാശി ആകരുത് എന്ന് പറഞ്ഞു. വളരെ ഭയങ്കര മർമ്മമാണ്, വളരെ ഭയങ്കര മർമ്മമാണ്. ദൈവത്താൽ നാം പുറത്താക്കപ്പെടരുത്. നാം ഇസഹാക്കിനെ ഓപ്പറേറ്റ് ചെയ്താൽ, ഇസ്മായിലിനെ നാം ഓപ്പറേറ്റ് ചെയ്താൽ ദൈവം നമ്മളെ പുറത്താക്കും. ഇസ്മായിലിനെ ഓപ്പറേറ്റ് ചെയ്യരുത്, അതിനെ നാം പുറത്താക്കി കളയും. നമ്മുടെ ജീവിതത്തിൽ ഇസ്മായിലിനെ പുറത്താക്കും. അപ്പം പരിഹാസിയാണ്, നമുക്ക് അതിലൂടെ ഐഡന്റിഫൈ ചെയ്യാം. അങ്ങനെ ചെയ്താൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഇവിടെ സാറ പറയുകയാണ് പുറത്താക്കി കളയാൻ. ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസ്ഹാക്കിനോടും കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. ദാസിയുടെ മകൻ അവകാശിയാകത്തില്ല. അബ്രാഹത്തിന് വിഷമമായി, താഴെ എഴുതിയിരിക്കുന്നു, തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി. തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി. ഈ ഇസ്മായില് ആരുടെ മകനല്ല, സാറയുടെ മകൻ അല്ല, ആഗറിന്റെ. പക്ഷെ ആരുടെ മകനാണ്? അബ്രഹാത്തിന്റെ മകൻ. അതാണ് എഴുതിയിരിക്കുന്നത്, തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി. ഇവിടെയാണ് ദൈവം ഇടപെടുന്നത്. ഇപ്പൊ തന്റെ ശരീരമാണ് തന്നോട് പറഞ്ഞ, തലയോട് പറഞ്ഞിരിക്കുന്നത് ചെയ്യാൻ. പറഞ്ഞ ദൈവം ഇടപെടുക. എന്നാൽ ദൈവം അബ്രഹാം, ബാലൻ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്കാം. എന്റെ സഹോദരിമാരെ, ഇങ്ങനെ നിങ്ങളെ കുറിച്ച് ദൈവം നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞാൽ നിങ്ങൾ ശ്രേഷ്ഠ. ദൈവം ഇടപെടും. ഹല്ലേലൂയ. ദൈവം ഇടപെടുക. സാറ പറഞ്ഞ പോലെ, സാറ പറഞ്ഞതുപോലെ ദൈവത്തിൽ പറയുന്നു, അങ്ങനെ നിങ്ങൾക്ക് അവരുടെ മക്കളായി. സാറ നിന്നോട് പറഞ്ഞതിലൊക്കെ അവരുടെ വാക്ക് കേൾക്ക. ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ഇസഹാക്കിൽ നിന്നുള്ളവരാണ്. വാഗ്ദത്തപ്രകാരം ജനിച്ചാൽ സാക്ഷാൽ സന്തതി, ജഡപ്രകാരം ജനിച്ചതല്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം പറയുകയാണ്, ജഡത്താൽ ജനിച്ച ആ സന്തതി. ഗലാത്യ ലേഖനം 4:30 നമ്മള് ഉൽപ്പത്തിയിൽ വായിച്ചു തന്നെ വീണ്ടും പറയുന്നു, തിരുവഴുത്തോ എന്ന് പറയുന്നു, ദാസിയെയും മകനെയും പുറത്താക്കി കള. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശി ആകയില്ല. തിരുവഴുത്തോ എന്ന് പറയുന്നു, ഗലാത്യ 4:30. തിരുവഴുത്തോ എന്ന് പറയുന്നു, ഒരു മനുഷ്യൻ എന്ന് പറയുന്നു എന്നല്ല. തിരുവഴുത്ത് ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാവുകയില്ല. ഇത് നമ്മുടെ ഉള്ളിൽ 2 മക്കളാണ്, പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും. പഴയവനെ പുറത്താക്കി കളയുക. അവന് അവകാശം ഇല്ല, അവന് മരണമാണ്, ശിക്ഷ. അവനെ പുറത്താക്കി കളയുക. നിങ്ങൾ അവനോട് കൂടെ നിന്നാൽ നിങ്ങൾ മരിക്കുന്നു. പകരം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയിലെ ആ പുതിയ ജനനം, ആ പുതു മനുഷ്യനോട് അവന്റെ സ്വഭാവം ദൈവാനുരൂപ സൃഷ്ടിക്കപ്പെട്ടതാണ്. അവന് ന്യായപ്രമാണമൊന്നും ആവശ്യമില്ല. അവൻ ന്യായപ്രമാണത്തിന് കീഴിലല്ല, അവൻ ആത്മാവിന്റെ പ്രമാണത്തിന്റെ കീഴിലാണ്. കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എത്രയോ ശ്രേഷ്ഠമായ ദൈവം നമ്മളെ വളർത്തിയത്. കുഞ്ഞുങ്ങളെ, സമയമായതുകൊണ്ട്
ഇവിടെ നിർത്താം, കണ്ണലടയ്ക്കുക. ഇനി പഴയ സൃഷ്ടി വെച്ചുകൊണ്ടിരിക്കുന്നത് പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക, പുതിയവനെ ധരിക്കുക. ജഡപ്രകാരം ജനിച്ചവനെ ഉപേക്ഷിക്കുക. ജഡത്താൽ ജനിച്ച ജഡം വാഗ്ദത്ത പ്രകാരം ജനിച്ചവനെ നാം സ്വീകരിക്കുക. അവൻ നിത്യനാണ്, അവനാണ് അമർത്യസ്. നമ്മുടെ കണ്ണിലാണ് കേട്ട വചനപ്രകാരം നമുക്ക് നമ്മളെ തന്നെ ദൈവകരം. Thank you. Thank you for the word. അങ്ങയുടെ വചനത്തിനായി, അങ്ങയുടെ വചനത്തിന്. Hallelujah. Thank you. അങ്ങയുടെ വചനത്തിനായി, അങ്ങയുടെ വചനത്തിനായി. ഈ വചനത്തിലൂടെ അങ്ങയുടെ സാന്നിധ്യം സമൃദ്ധമായി വർഷിക്കാൻ നന്ദിയോടെ, സമൃദ്ധമായി വർഷിക്കാൻ. അപഹരിക്കാൻ കഴിയാത്ത നമ്മിലെ ദിവ്യ സമ്പത്തെ, നിത്യനാം പിതാവിന്റെ സാന്നിധ്യമാ സമ്പത്തെ, സ്വർഗീയ പിതാവിന്റെ തേജസാഗ സമ്പത്തെ, ക്രിസ്തുവിൽ ദൈവം നമുക്ക് ദാനം നൽകിയ ആ ദൈവ സാന്നിധ്യം. പഴയ മനുഷ്യനിൽ ആ സാന്നിധ്യമില്ല, അവനെ പുറത്താക്കി കളയുക. ക്രിസ്തുവിലുള്ള പുതിയ മനുഷ്യനില ആ ദൈവ സാന്നിധ്യം. ഇതിനാൽ അത്രയും പഴയ നിയമത്തിൽ ഒരുവന്റെയും ഉള്ളിൽ ദൈവം വസിക്കുന്നില്ല, മനുഷ്യന്റെ കൂടെയേ. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. ദൈവം വസിക്കുന്ന പുതിയവനെ പുണരുവാൻ പഴയവനെ പുറത്താക്കി. പഴയ മനുഷ്യനെ പുറത്താക്കുക, അല്ല എങ്കിൽ അവൻ നിന്നെ പുറത്താക്കും. 21, 22, 23 ഒരു കൂട്ടം ഭക്തർ ജനം യേശുവിനെ ആരാധിച്ചു. കർത്താവെ കർത്താവെ എന്നുള്ളത് സുവിശേഷം അറിയിച്ചു, അഭിഷേകം പ്രാപിച്ചു, രോഗികളെ സൗഖ്യമാക്കി, കുലങ്ങളെ പുറത്താക്കി. അവരോട് കർത്താവ് അധർമ്മം പ്രവർത്തിക്കുന്നു, എന്നെ വിട്ടുപോ, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിയും. അവർ ശുശ്രൂഷകളൊക്കെ ചെയ്തു യേശുവിന്റെ കർത്താവെ എല്ലാം. പക്ഷെ അവർ അവകാശത്തിലേക്ക് കയറി. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടി അവകാശിയാവുകയും. മക്കളെ, അവകാശത്തിലേക്ക് എത്തണം. അധർമ്മം പ്രവർത്തിക്കുന്നവനെ പുറത്താക്കുക. കർത്താവിന്റെ വചനം പറയുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ. അതിമോഹങ്ങളായ വഷളായി പോയെന്ന പഴയ മനുഷ്യനെയും വെച്ചുകൊണ്ട് ഒരാരാധനയിൽ സുവിശേഷിതം നടത്തിയുള്ള കാര്യമില്ല. അതിന്റെ ലക്ഷ്യത്തിലേക്ക് പോകട്ടെ. നമ്മുടെ ലക്ഷ്യം ദൈവത്തോടു കൂടെ നിത്യം വസിക്കുകയാണ്, ദൈവത്തിന്റെ മക്കളായി ജയം പ്രാപിച്ചു. ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണും. നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്വർഗീയ പിതാവിനെ കാണുവാൻ ക്രിസ്തുവിൽ യേശുവിൽ പണിയപ്പെടുന്ന യാത്രയാണ്. അതുകൊണ്ട് പഴയവനെ പുറത്താക്കുക. ഇന്ന് ദൈവത്തിന്റെ കൽപ്പന നമുക്ക് ലഭിച്ചു. സാറ ഇത് പറഞ്ഞു, അബ്രഹത്തിന് അത് വിഷമമായി കൂട്ടാക്കിയില്ല. പക്ഷെ ദൈവം പറഞ്ഞു സാറയുടെ വാക്ക്. പുതിയ നിയമത്തിൽ നമ്മളോട് ആവർത്തിക്കുന്നു, ഇതൊരു നിഴലാണെന്നും പറഞ്ഞു. നമുക്ക് ഈ വാക്ക് ഏറ്റെടുക്കാം. നമ്മുടെ അകത്തുള്ള പഴയവൻ നമ്മളെ പുറത്താക്കുന്നതിന് മുമ്പ് നമുക്ക് അവനെ പുറത്താക്കാം. അവനെ പുറത്താക്കാൻ അത്രയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വസിക്കുന്നു. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെട്ട നിങ്ങൾ കർത്താവെ അതിനായി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഓരോ വ്യക്തിത്വങ്ങളും ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നവർക്ക് ആശ. ദൈവം നമ്മളെ ഏവരെയും സുഖിയ പിതാവേ, അങ്ങനെ വചനത്തിനായി നന്ദിയോട് സ്തോത്രം. കേട്ട് ഏറ്റെടുത്ത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കും. മക്കളെല്ലാം കിടക്കാൻ, ബലഹീനരെല്ലാം കത്താൻ
അപ്പാ ഓടുവാനും നടക്കുവാനും കഴിവില്ലാത്തവരെ അങ്ങ് കൈക്ക് പിടിച്ചു എടുത്തൊക്കെ കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. ആരും വിശ്വാസത്തിൽ പുറകിലേക്ക് പോകാൻ എല്ലാവരും മുൻപോട്ട് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായിരുന്നു ഈ ജനത്തിന് സകല ആവശ്യങ്ങളുടെ വിധം രോഗികളായിരിക്കുന്ന സൗഖ്യം നാമത്തിന് മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. നിങ്ങളുടെ സമാധാനങ്ങളുടെ കുടുംബങ്ങളിൽ വാഴുവാനാണ് സാമ്പത്തികമായി ഞെരുങ്ങുന്നത് അങ്ങയുടെ കൃപാവകാശം അടിയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവമഹത്വം താങ്ക് യു ഫോർ ദ വേർഡ്. താങ്ക് യു ഇൻ ജീസസ് ത്തോളം കർത്താവ് നമ്മളെ സഹായിച്ചു. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹകരമായോ? അനുഗ്രഹകരമായെങ്കിൽ അവരെ കരങ്ങളുണ്ട് കർത്താവിന് സ്തോത്രം ചെയ്തേ. താങ്ക് യു താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അപ്പോൾ തന്നെ എല്ലാവരോടും ഓർപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതം 2 ദിവസങ്ങളെ ഭൂമിയിലുള്ളൂ. അതിനുമുമ്പ് ജയം പ്രാപിച്ച് കടന്നു പോകണം. കർത്താവ് പറഞ്ഞതുപോലെ പിതാവിനോട് പറഞ്ഞു പോയതുപോലെ പറഞ്ഞതുപോലെ ഐ ഫിനിഷ്ഡ് മൈ കോഴ്സ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പോകാനായിട്ട് ഇടയാകണം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എന്റെ ഉള്ളിൽ തന്നിട്ടുള്ളതെല്ലാം ഞാൻ ഇവിടെ വെളിയിൽ അൺലോഡ് ചെയ്യുകയാണ്. ദൈവസ്വന്തത്തിൽ നിന്ന് ലോഡ് ചെയ്യുന്നു, ഭൂമിയിലേക്ക് ഈ ശരീരത്തിലൂടെ അൺലോഡ് ചെയ്യുന്നു. അങ്ങനെ എല്ലാം അൺലോഡ് ചെയ്ത് ഒരു കപ്പല് തന്റെ ഉള്ളിൽ വെച്ച് എല്ലാ കണ്ടെയ്നറും അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷോറിൽ അൺലോഡ് ആ തുറമുഖത്ത് അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പലിലെ ക്യാപ്റ്റൻ എന്നാ പറയും? എല്ലാം അൺലോഡ് ചെയ്ത് ഫിനിഷ്ഡ്. അപ്പൊ നമ്മളെ ഏൽപ്പിച്ചത് മുഴുവൻ, സ്വർഗം ഏൽപ്പിച്ചത് മുഴുവൻ ഭൂമിയില് അൺലോഡ് ചെയ്തിട്ടുണ്ടോ? എംപ്റ്റി ആയിട്ടുണ്ടോ? അതിനകത്ത് നിങ്ങളെ നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. ദൈവരാജ്യത്തെ കുറിച്ചും ദൈവരാജ്യത്തിന്റെ പുതിയ സൃഷ്ടിയെ കുറിച്ച് എല്ലാം അദൃശ്യമാണ്, കാണുന്ന താൽക്കാലികമാണ്, കാണാൻ കൃത്യമാണ്. അതേക്കുറിച്ച് പഠിപ്പിച്ചതാണ് യേശു കർത്താവ്. അതിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന പുസ്തകങ്ങളോ ബൈബിൾ കോളേജുകളോ ഒന്നും ഞാൻ കാണുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ സ്തോത്രം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അതിനെ സൗജന്യമായി പഠിക്കുവാനായിട്ട് ടെലിഗ്രാം എന്ന പ്രോഗ്രാമിൽ, വാട്സപ്പിലുള്ള പ്രോഗ്രാമാണ് SBJ KG and NC ബൈബിൾ സ്കൂൾ. സൗജന്യമായിട്ട് നിങ്ങൾക്ക് അവിടെ എൻറോൾ ചെയ്യാം. നിങ്ങൾക്ക് തന്നെ കയറി SBJ ഷാജി വമ്പനാട് ജോസഫിന്റെ SBJ KG കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് NC ന്യൂ ക്രിയേഷൻ ബൈബിൾ സ്കൂൾ എന്നാണ്. നിങ്ങൾക്ക് അവിടെ കയറി ഇതിനുള്ള വേദിക്ക് ഒരു 14 മിനിറ്റ് 15 മിനിറ്റ് വെച്ച് ക്യാപ്സുകളായിട്ട് ആഴ്ചയിൽ 2 എണ്ണേ ഉള്ളൂ. നിങ്ങൾക്ക് അത് കേട്ട് മനസ്സിലാക്കി ചിത്രങ്ങൾ അടങ്ങിയ സന്ദേശങ്ങളാണ്. അതുകൊണ്ട് അതിനെ കുറിച്ച് മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് അതിൽ വളരുവാനും ഒക്കെ കഴിയും. നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, അറിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോ നിങ്ങൾ അത് കേട്ട് മനസ്സിലാക്കി അവനവന്റെ ജീവനും നേടുക, മറ്റുള്ളവരെ നേടുവാനായിട്ട് സഹായിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക. നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കുക. നിങ്ങളോട് കൂടെ ഒരുമിച്ച് ശുശ്രൂഷ പങ്കെടുക്കുവാൻ, ദൈവസന്നിധിയിലായിരിക്കാൻ, ദൈവത്തിന്റെ ഷെയർ ചെയ്യുവാനൊക്കെ ദൈവം സഹായിച്ച വലിയ സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. അതിനായി വീണ്ടും ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ സൂം മീറ്റിംഗിന്റെ ID താഴെ ഉണ്ടാകും. നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളോട് ഒരുമിച്ച് പങ്കെടുക്കാവുന്നതാണ്. ദൈവത്തെ സഹായിക്കട്ടെ, ആയിരിക്കട്ടെ. പങ്കെടുത്തതിന് നന്ദി. മണ്ഡലത്തിൽ ഷെയർ കൊടുക്കാൻ മടിക്കരുത്, മറക്കരുത്. പ്രൈസ് ദി ലോർഡ്.